ആമേൻ സ്തോത്രം. അവർ എല്ലാവരും കൂടെ ഇവർ ദേവന്മാരെന്ന് പറഞ്ഞവരെ ഉയർത്തുന്നതുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. 19 വാക്യം മുതൽ നമ്മൾ 21 വരെ വായിക്കുമ്പോൾ കാണുന്നത് എങ്ങനെയാണ്? പൗലൂസിനെ കല്ലെറിഞ്ഞ് തന്നെ തകർത്ത് കളയാൻ ഒരു പറ്റം പേരങ്ങ് തിരിയുകയാണ്. എന്നാൽ 21 വാക്യം മുതൽ നമ്മൾ തീർത്തുള്ള വാക്യം പഠിക്കുമ്പോൾ അവർ പല സഭകളിൽ സഞ്ചരിക്കപ്പെട്ട് ആമേൻ സ്തോത്രം പ്രൈസ് ദി ലോർഡ് അന്ത്യോക്യയിൽ മടങ്ങി വന്നതാണ് അവർ കണ്ടത്. സ്തോത്രം. അവരെല്ലായിടും സഞ്ചരിച്ചിട്ട് അന്ത്യോക്യയിലേക്ക് മടങ്ങി വന്നു. നമുക്കറിയാം ആമേൻ ക്രിസ്ത്യാനിത്വം എവിടെ ജനിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്ത്യാനിത്വം എവിടെയാണ് ഉത്ഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിസ്ത്യാനിത്വം ക്രിസ്തുവിനെ മാത്രം പറ്റിച്ചേർന്ന് നിൽക്കുന്ന ദൈവജനം എവിടെ ജനിച്ചു എന്ന് ചോദിച്ചാൽ അന്ത്യോക്യയിലാണ്. ആ പട്ടണത്തിലാണ്, ആ സഭയിലാണ് ക്രിസ്ത്യാനികൾ എന്ന പേര് അവിടെ കൊണ്ടുവന്നത്. ആരെന്ന് ചോദിച്ചാൽ എൻ്റെ സ്നേഹിതർ പറയണം, അത് പൗലൂസും ബർന്നബാസും കൂടെയാണ് ക്രിസ്ത്യാനിത്വം അന്ത്യോക്യ സഭയ്ക്കകത്ത് കൊണ്ടുവന്നത്. അന്ത്യോക്യയെ പറ്റി പഠിക്കുമ്പോൾ ഭയങ്കരമായ മ്ലേച്ഛതയിൽ കൂടെ, പാപത്തിൽ കൂടെ, ഇടങ്കൈയിൽ വിഗ്രഹവും വലങ്കൈയിൽ വാളുമായി നിൽക്കുന്ന ആമേൻ ഒരു അന്ത്യോക്യ പട്ടണത്തിനകത്ത് ആമേൻ സ്തോത്രം ഇടങ്കയും വലങ്കയും അറിയാത്ത, യേശുവിനെ അറിയാമെങ്കിലും അറിയുന്ന ഭാവം കാണിക്കാത്ത ആമേൻ സ്തോത്രം അഭിനയ പ്രകടനം മുമ്പിൽ കൊണ്ടുവയ്ക്കുന്ന ഒരു പറ്റം പേരെ കർത്താവിന് വേണ്ടി നേടുവാൻ ഭക്തന്മാർ ആ കാലഘട്ടങ്ങളിൽ പീഡകൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ക്രിസ്തുവിന്റെ നാമനിമിത്തം നിന്റെ ശരീരത്തിൽ ഒരു കല്ല് വന്ന് വീണാൽ അത് ദൈവം അറിയാതെ അല്ല, ദൈവം അറിഞ്ഞു തന്നെയാണ്. ദൈവം അറിയാതെ ഒന്നും ഒരു ദൈവപൈതൃക ജീവിതത്തിൽ സംഭവിക്കത്തില്ല, അതിന് ദൈവം അനുവദിക്കത്തില്ല. എന്ന് രാത്രി കേൾക്കൂ. ദൈവത്തിന്റെ സഭയോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി പറയുന്ന ഒരു ആലോചന ഇതാ: ഒരു മനുഷ്യനോട് ദൈവം സദാകാലവും വാദിക്കത്തില്ല, അങ്ങനെ പ്രതീക്ഷിക്കണ്ട. ദൈവം നിന്നോടൊരു ആലോചന പറഞ്ഞാൽ ആലോചനയ്ക്ക് വിധേയപ്പെടാൻ നീയും ഞാനും തയ്യാറാകുമ്പോഴാ അടുത്ത സ്റ്റെപ്പിലേക്ക് ദൈവം ആമേൻ പ്രൈസ് ദി ലോർഡ് ശക്തമായി ആമേൻ അഭിഷക്തന്മാരെ എണീപ്പിക്കുന്നത്. അന്ത്യോക്യ സഭയ്ക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ അടുത്തൊരു സ്റ്റെപ്പ് അവിടെ ആമേൻ ഉയർത്തുവാനിടയായി. കാരണം അന്ത്യോക്യയിൽ ഒരു വലിയ പ്രസംഗം ആമേൻ ലുസ്ത്രയിൽ ദൈവത്തിന്റെ ദാസന്മാരിൽ കൂടെ ദൈവം ചെയ്തെടുത്തപ്പോൾ ലുസ്ത്ര പട്ടണത്തിനകത്ത് പൗലോസിനെയും സീലാസിനെയും ആമേൻ അല്ലെങ്കിൽ ബർന്നബാസിനെയും ആമേൻ രണ്ടുപേരെയും മാറ്റി നിർത്തിയിട്ട് പൗലോസിനെ അവർ കല്ലെറിഞ്ഞ് കൊല്ലുവാൻ ശ്രമിച്ചു. കാര്യം എന്നറിയാമോ? അവന്റെ മേലാണ് ദൈവത്തിന്റെ കർത്തൃത്വം ഇരിക്കുന്നത്. ഇതിനകത്ത് ദൈവപൈതലേ, നിന്നെ കല്ലെറിയുന്നെങ്കിൽ, നിന്നെ പഴിക്കുന്നെങ്കിൽ, നിന്നെ ദുഷിക്കുന്നെങ്കിൽ, നിന്നെ മാറ്റി നിർത്തി നിന്നെ കളിയാക്കുന്നെങ്കിൽ, നിനക്ക് വേണ്ടി ആമേ സ്തോത്രം ഒരു സഭ കൂടി വരുന്നെങ്കിൽ ഇന്ന് രാത്രി ശ്രദ്ധിക്ക. അവർക്കില്ലാത്ത എന്തോ നിനക്കുണ്ട്, അവർക്കില്ലാത്ത എന്തോ നിനക്കിന്ന് രാത്രി ഉണ്ട്, അവർക്കില്ലാത്ത എന്തൊക്കെയോ ഗിഫ്റ്റുകൾ നിന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? മഹാപീഡയിലും ദൈവത്തെ ആരാധിച്ച ദൈവഭക്തന്മാരെ ഇന്ന് രാത്രി കരമടിച്ച് ദൈവത്തിന് സ്തോത്രം കൊടുക്ക്. ശമനപരകഥന അതുരകരാജകൾക്കനാദി ഹല്ലേലൂയ. അവർക്കില്ലാത്ത ഒന്ന് നിനക്കുണ്ട്. അതെന്തെന്നറിയാമോ? ആർക്കും തുടച്ചു മാറ്റാൻ കഴിയാത്തത്, ആർക്കും എടുത്തു മാറ്റാൻ കഴിയാത്തത്, ഒരു ഗുണ്ടായുസത്തിനോ ഒരു വാളിനോ ഒരു ചമ്മട്ടിക്കോ ഒരു നഗ്നതയ്ക്കോ ഒരു പട്ടിണിക്കോ മാറ്റാൻ കഴിയാത്തത്, ഒരു കണ്ണുനീരിനും ഒരു തച്ചിന് കുത്തിയിരുന്ന് മന്ത്രവാദം ചെയ്യുന്ന മന്ത്രവാദിക്ക് മാറ്റാൻ കഴിയാത്തത്, നിന്റെ മേലുള്ള പരമേൽപ്പിച്ചിട്ടുള്ള ഉയരത്തിലെ ശക്തി എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല, അത്യന്ത ശക്തി. അതാർക്കും മാറ്റാൻ കഴിയില്ല കുഞ്ഞെ. അത് ഒരുത്തനും കൊണ്ട് തന്നതല്ല, നീ മുഴങ്കാൽ പടി കണ്ണുനീരോടെ പ്രാപിച്ചെടുത്ത ദൈവത്തിന്റെ അത്യന്ത ശക്തി പൗലൂസിന്റെ മേലുള്ളത് കൊണ്ട് അവന്റെ മേൽ കല്ലേറ് കൂടി വന്നു. സ്തോത്രം. ലുസ്ത്രയെ പറ്റി പഠിക്കുമ്പോ ഹല്ലേലൂയ, ലുസ്ത്രയ്ക്കകത്ത് ദൈവം തന്നെ നിർത്തിയെങ്കിൽ, ആ പട്ടണത്തിനകത്ത് തൻ്റെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന അഭിഷക്തന്മാർ ഇതിനകത്തിരിപ്പുണ്ട്, അഭിഷക്തമാരിപ്പുണ്ട്, ദൈവജനം ഇരിപ്പുണ്ട്. ഈ രാത്രി ഞാൻ ദൂത് കൈമാറാം. ഒരു അത്ഭുതം നിന്നിൽ കൂടെ സംഭവിച്ചാൽ നിന്നെ എങ്ങനെ തകർക്കാമെന്ന് പറ്റം ചേർന്നൊരു സഭ കൂടും. അതാണ് ഇവിടെ കൂടിയത്. നിങ്ങൾക്കറിയോ, 14 അധ്യായത്തിൽ നിങ്ങൾ 1 വാക്യം മുതൽ
ആമേൻ. നിങ്ങൾ പഠിച്ചു നോക്ക്. 27 വാക്യമടങ്ങുന്ന ഈ അധ്യായത്തിനകത്ത് നിങ്ങളിതിനെ 6 തിരിച്ചു പഠിക്ക്. ആമേൻ, സ്തോത്രം. ഈ 6 തിരിച്ചു പഠിക്കുമ്പോൾ ഇതിനകത്ത് ഒരു മനുഷ്യനും എടുത്തു മാറ്റിക്കളയാത്ത ദൈവത്തിന്റെ കരുതലും വിടുതലുമേറിയ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ അഭിഷേകമാകുന്ന ശക്തി ഇതിനകത്ത് ഇറങ്ങി നിൽപ്പുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഈ 6ാമത്തെ അത്ഭുതത്തിലേക്ക് വന്നപ്പോൾ ആമേൻ, സ്തോത്രം, ലുസ്ത്രയ്ക്കകത്ത് അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും ആമേൻ നടക്കാതിരിക്കുകയും കാലിന് ശക്തിയില്ലാതെയും ഉള്ളൊരു പുരുഷൻ ആമൻ ഇരുന്നിരുന്നു. സ്ത്രീയല്ല, ആരാ? പുരുഷൻ. ഒരു പുരുഷൻ ഒരു കുടുംബത്തിൽ വിടുതൽ പ്രാപിക്കണം, ഉദ്ധാരണത്തിലേക്ക് വരണമെന്ന് ദൈവത്തിന്റെ പദ്ധതിയാ. ശ്രദ്ധിക്കൂ, പുരുഷന്റെ മേൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുമെങ്കിൽ ആ കുടുംബം മാത്രമല്ല, പട്ടണം അനുഗ്രഹിക്കപ്പെടും. കുടുംബം ഭരിക്കേണ്ടത്, ക്ഷമിക്കണമേ, കുടുംബം ഭരിക്കേണ്ടത് സഹോദരിമാരല്ല, കുടുംബം ഭരിക്കേണ്ടത് പുരുഷന്മാരാ. പുരുഷന്മാർ കുടുംബം ഭരിച്ചാൽ അതിനകത്തൊരു അലങ്കാരമുണ്ടാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പുരുഷന്റെ മേൽ ദൈവത്തിന്റെ അത്യന്ത ശക്തി വെളിപ്പെടുവാൻ പൗലോസിന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നെങ്കിൽ ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവകുഞ്ഞെ, ആമേൻ, സ്തോത്രം, ദൈവത്തിന്റെ അലങ്കാരമായിരിക്കുന്ന അഭിഷേകത്തിന്റെ അത്യന്ത സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവകുഞ്ഞെ, നിന്റെ മേൽ പാഞ്ഞിറങ്ങുന്ന ഒരു അഭിഷേകമുണ്ട്. അതിന്ന് രാത്രി നീ പ്രാപിച്ച് ഇവിടെ നിന്ന് എണീറ്റ് പോകണമെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി ആലോചന അറിയിക്കുകയാണ്. ഹല്ലേലൂയ. എന്തുകൊണ്ടെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ മേൽ ദണ്ഡനമേറ്റത് എന്തുകൊണ്ടെന്നറിയാമോ? പ്രശ്നങ്ങൾ ഏറി വന്നത് എന്തുകൊണ്ടെന്നറിയാമോ? ആമേൻ, സ്തോത്രം, സങ്കടങ്ങൾ ഏറി വന്നത് ഈ പുരുഷനെ അവൻ സൗഖ്യമാക്കാൻ ഒന്ന് ഉള്ളത്തിനകത്ത് പൗലോസിന്റെ മേലൊരു ആത്മാവിന്റെ സാന്നിധ്യം നിറഞ്ഞു നിന്നു. ഇന്ന് രാത്രി നോക്കൂ, ദൈവത്തിന്റെ സഭയോട് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നത്, ആമേൻ, നിന്റെ പ്രാർത്ഥനയിൽ കൂടെ ഒരു സൗഖ്യം വെളിപ്പെടുമ്പോൾ, നിന്റെ പ്രാർത്ഥനയിൽ കൂടെ ഒരുത്തൻ നടക്കുമ്പോൾ, നിന്റെ പ്രാർത്ഥനയിൽ കൂടെ ഒരു ഭൂതം ആമേൻ പുറത്തു പോകുമ്പോൾ, നിന്റെ പ്രാർത്ഥനയിൽ കൂടെ ഒരുത്തൻ അഭിഷേകം പ്രാപിക്കുമ്പോൾ, നിന്റെ പ്രാർത്ഥനയിൽ കൂടെ ഒരുത്തൻ കടഭാരം മാറുമ്പോൾ, നിന്റെ പ്രാർത്ഥനയിൽ കൂടെ ഒരു പീഡകൻ യഥാസ്ഥാനപ്പെടുമ്പോൾ, ഒരു പ്രാർത്ഥനയിൽ കൂടെ ആമേൻ മദ്യപാനി മാനസാന്തരപ്പെടുമ്പോൾ, ഒരു പ്രാർത്ഥനയിൽ കൂടെ ഭാവി ദൈവത്തെ അറിയുമ്പോൾ, ഒരു പ്രാർത്ഥനയിൽ കൂടെ നീ മുട്ടുമടക്കുന്നതിൽ കൂടെ ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ മുഴങ്കാലിൽ നിൽക്കുമ്പോൾ പീഡനം കുറയത്തില്ല, പീഡനം കുറയത്തില്ല, പീഡനം കുറയത്തില്ല. ആമേൻ. ഇന്ന് രാത്രിയിൽ ഇതിനകത്തിരിക്കുന്ന ദൈവകുഞ്ഞെ, ഈ പുരുഷന്റെ മേൽ ദൈവമഹത്വം വെളിപ്പെടാൻ തുടങ്ങി. ആമേൻ. 9ാം വാക്യം പറയുന്നു, അവൻ പൗലോസ് സംസാരിക്കുന്നത് കേട്ട് അവനെ എന്ത് ചെയ്തു? ഉറ്റുനോക്കി സൗഖ്യം പ്രാപിപ്പാൻ അവന് വിശ്വാസമുണ്ട് എന്ന് കണ്ടിട്ട്. ആമേൻ. എന്താ സംഭവിച്ചെന്നറിയാമോ? എന്താ സംഭവിച്ചത്? അവനെ ഉറ്റുനോക്കി. ആരുറ്റുനോക്കി? പൗലോസ് ഉറ്റുനോക്കിയപ്പോൾ അവന്റെ മുഖത്ത് കാണുന്നത്, ആമേൻ, സ്തോത്രം, പ്രൈസ്. ചിലരുടെ മുഖങ്ങൾ ഞാൻ കാണുന്നുണ്ട്, സ്തോത്രം. ആമേൻ. നിങ്ങളുടെ ആരുടെ മുഖത്ത് കാണാത്തതൊന്ന് ആ മുടന്തന്റെ മുഖത്ത് കണ്ടു. ആമേൻ. എന്തെന്നറിയാമോ? അവന്റെ കണ്ണുകൾക്കൊരു തിളക്കം. 2, അവന്റെ മുഖത്തൊരു പ്രസന്നത, ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖം. 3, അവന്റെ മേൽ ആമേൻ ഇറങ്ങി വന്ന ദൈവത്തിന്റെ തേജസ് ആര് കാണുന്നു? പൗലോസ് കാണുകയാ. എങ്ങനെ കാണുന്നു? പുറം കണ്ണുകൊണ്ടല്ല കേട്ടോ, ആത്മാവിന്റെ കണ്ണുകൊണ്ട് അവർ കാണാൻ തുടങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ചിലരൊക്കെ ദൈവാത്മാവ് ദേശത്തുനിന്ന് പറിച്ചു മാറ്റാൻ ശത്രു വടംവലിക്കുമ്പോൾ, ഇല്ല കേട്ടോ, നിനക്ക് വേണ്ടി തരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതിലേക്ക് നീ പാഞ്ഞിറങ്ങുമെങ്കിൽ ഇന്ന് രാത്രി നിന്നെ തേടിയിരിക്കുന്ന ഒരു ദൈവപ്രസാദമുണ്ട്. ദൈവകുഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് പലതിന്റെ പിന്നാലെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നോക്കൂ, പൗലോസ് നോക്കിയപ്പോ അവന്റെ കണ്ണുകൾക്കൊരു തിളക്കം. സൗഖ്യം പ്രാപിക്കാൻ അവന് താല്പര്യമുണ്ടെന്ന് കണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, നിങ്ങൾ ഇരിക്കുന്ന കുടുംബത്തിനകത്തിന്റെ ദൂതൻ നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ആ ദൂതൻ നിന്ന് നിങ്ങളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ ഭാവം, മുഖത്തേക്കല്ല കേട്ടോ, അകത്ത മുഖം. ആമേൻ. ഒരു മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് ദൈവം നോക്കുന്നത്, എനിക്കിന്ന് ഇതിനകത്ത് എണീക്കുമ്പോൾ ഒന്ന് പ്രാപിച്ച് എണീക്കൂ. പ്രൈസ് ദി ലോർഡ്.
ആമേൻ അകത്തേക്ക് നോക്കുന്ന ഒരു ദൈവം കേട്ടോ. ആ ഹൃദയത്തിനകത്തേക്ക് ഇന്ന് രാത്രി ഇറങ്ങി വരുന്ന ദൈവം. അതുകൊണ്ടല്ലേ നിങ്ങളല്ലേ എത്ര ദൂരെ ഇരുന്നാലും ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തെ അറിഞ്ഞ്. ആമേൻ നമ്മൾ ഇരിക്കുന്ന കിലോമീറ്ററുകൾക്ക് ദൂരമുണ്ട് ഉണ്ട്. ആമേൻ ഇതിനകത്ത് സൗദി രാജ്യത്ത് കേൾക്കുന്നവരുണ്ട്, പട്ടണങ്ങളിൽ രാജ്യങ്ങൾ കേൾക്കുന്നവരുണ്ട്. പക്ഷേ ദൈവാത്മാവ് ഇന്ന് രാത്രി പറയുന്നു, നിങ്ങൾ ഇരിക്കുന്ന നിലവാരം അനുസരിച്ചായിരിക്കും ഈ രാത്രി ദൈവം ആത്മാവ് സംസാരിക്കുന്നത്. പൗലോസ് 9-ാമത്തെ വാക്യത്തിൽ അവനെ കണ്ടപ്പോൾ അവനൊരു വിടുതൽ ആവശ്യമുണ്ടെന്ന് പൗലോസിന് കണ്ടു. കാരണം ജന്മം മുതൽ ഉദരം മുതൽ ചപ്പാണിയായിരിക്കുന്നവൻ, ഒരിക്കലും നടക്കാത്തവൻ, നടക്കുന്ന കാര്യമല്ലെന്ന് മുദ്ര എഴുതിയവൻ ലുസ്ത്രയിൽ മാത്രമല്ല അവന്റെ കുടുംബം മുതൽ മുദ്ര എഴുതി ഇവൻ എണീക്കത്തില്ല. ഇന്ന് രാത്രി മുദ്ര എഴുതി നിന്നെ അടച്ചു വച്ചിരിക്കുന്നെങ്കിൽ ദൈവാത്മ പറയുന്നു, ഒരു അഭിഷേകത്തെ നിന്റെ ഭവനത്തിലേക്ക് ഇന്ന് രാത്രി കാൽ ചവിട്ടാൻ പോകുന്നു, നിന്നെ പുറത്തു കൊണ്ടുവരും. കഴിഞ്ഞ ദിവസം വാളയാറ് പ്രസംഗിക്കുമ്പോൾ ഏകദേശം 450-500 പേരിരിക്കുന്ന ഒരു സദസ്സിൽ ഞാൻ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആത്മാവ് സ്തോത്രം ഉള്ളിനകത്തുനിന്നൊരു ദൂത് ഇങ്ങനെ തരികയാ. ഞാൻ പലപ്പോഴും ഒരിടത്ത് നടന്ന സംഭവം പറയാറില്ല, പക്ഷെ ഇന്നത് പറഞ്ഞേ പറ്റൂ. ദൈവാത്മാവിനോട് പറയുന്നു, സ്തോത്രം ഇതിനകത്ത് അമ്മയുടെ ഉദരം മുതൽ 2 കിഡ്നിയും നഷ്ടപ്പെട്ടൊരു മനുഷ്യനിരിപ്പുണ്ട്. 2 കിഡ്നിയും ഇല്ല കേട്ടോ. കിഡ്നി ഇല്ലാത്തവർ ജീവിക്കോ? പറഞ്ഞേ, ജീവിക്കോ? അസാധ്യമാ. ഹല്ലേലൂയ. 2 കിഡ്നിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരുമോ? ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. 2 കിഡ്നിയും ഫെയിലിയർ ആയ ഒരു മനുഷ്യരിപ്പുണ്ട്. അമ്മയുടെ ഉദരത്തിൽ നാം പുറത്തു വന്ന് 9-ാമത്തെ മാസം അവനായപ്പോൾ ഇന്ന് ആ വ്യക്തിക്ക് 21 വയസ്സായി. ആ വ്യക്തി 9-ാമത്തെ മാസമായപ്പോൾ 1 കിഡ്നി പോയി. തൻ്റെ 18-ാമത്തെ വയസ്സായപ്പോൾ 2-ാമത്തെ കിഡ്നിയും പോയി. വൈദ്യശാസ്ത്രം വിധി എഴുതി. സ്തോത്രം. എനിക്ക് ആ മനുഷ്യനെ കാണാൻ പറ്റിയില്ല. ഏറ്റവും ബേക്ക് അറ്റം വന്ന് കസേര നീക്കി മാറ്റിയിട്ട് നിലത്തിരിക്കുന്ന മനുഷ്യൻ. കാരണം ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾ പൊട്ടി ഒലിക്കുകയാ. ഒരു പഴം തുണി എടുത്ത് ആ തറയിൽ ഇട്ടിട്ട് താൻ ആ പഴം തുണിക്കകത്തിരിക്കുകയാ. കാരണം താൻ എണീക്കുമ്പോൾ ഏകദേശം 2 ലിറ്ററോളം പഴുപ്പും ബ്ലഡുമായി കോട്ട് ചെയ്യുന്ന ഒരു ദ്രാവകം തന്നെ ശരീരത്തിലേക്ക് പാഞ്ഞു പോകുകയാ. സ്തോത്രം, ഹല്ലേലൂയ. ദൈവാത്മാവ് മീറ്റിംഗിന്റെ അവസാന സമയത്ത് വിളിച്ചു പറഞ്ഞു, ഇതിനകത്തൊരു അത്ഭുതം സംഭവിക്കുന്നുണ്ട്. ഏതൊക്കെയോ വ്യക്തിയുടെ കണ്ണിൽ ഒരു തിളക്കം കാണുന്നുണ്ട്. ദൈവാത്മാവ് ഈ ഹോളിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുമ്പ് ചില അത്ഭുതം സംഭവിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. അഭിഷേകത്തിന് ഓടി വന്നിനെ കെട്ടിപ്പിടിച്ചിട്ട് പറയുക, ഇതിനകത്തുനിന്ന് ഈ പകൽക്കാലം അഭിഷേകം ഇതിനകത്ത് ഇറങ്ങണം, അഭിഷേകത്തിന് ഇറങ്ങണം, ചെവിക്കാത്തെന്ന് പറയുക. കേൾക്കണമോ? ചില മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ദൈവപ്രവർത്തിനകത്ത് വെളിപ്പെട്ടു. തറയിലിരുന്ന കീറ്റ് ശീല വിരിച്ചിരുന്ന ആ ദൈവ പൈതൽ ആ തുണിയെടുത്ത് വലിച്ചു പുറത്തേക്ക് എറിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടി. സ്തോത്രം. പുറത്തേക്ക് ഇറങ്ങി ഓടി. നിൽക്കുന്ന ജനം അതിന്റെ പുറകെ ഓടിയിട്ട് അവനെ പിടിച്ചു കൊണ്ടുവന്ന് പുറ്റ്പിറ്റിലേക്ക് കൊണ്ടുവരികയാ. സ്തോത്രം. അവൻ പറഞ്ഞത് ഇങ്ങനെയാ, കഴിഞ്ഞ 21 വർഷം വരെയും എന്റെ ശരീരത്തിൽ നിന്ന് പാഞ്ഞു പോയ രക്തവും പഴുപ്പും ഇതാ ഇപ്പം നിന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും ഇതിനകത്തൊന്നും എടുത്ത് വീഡിയോ എടുത്ത് ടി വിക്കകത്തിടാൻ വേണ്ടിയല്ല ദൈവം എന്നെ അഭിഷേകം ചെയ്തത്. ബദ്ധന്മാർക്ക് വിടുതലും, ഹല്ലേലൂയ, കുരുടന്മാർക്ക് കാഴ്ചയും, ദരിദ്രന്മാരെ വിടുവിക്കുന്ന രാജ്യത്തിന്റെ സുവിശേഷം അറിയിപ്പാൽ നിന്നെ എന്നെ അഭിഷേകം ചെയ്തെങ്കിൽ ഇന്ന് രാത്രിയിലും പ്രഖ്യാപിക്കുന്നു, ഇതിനകത്ത് ചില കണ്ണുകളെ കാണുന്നു ദൈവം. പ്രസന്നമുള്ള ചില പ്രകാശിപ്പിക്കുന്ന ചില കണ്ണുകൾ ഇതിനകത്ത് പ്രകാശിക്കുകയാണ്, ഹൃദയ കണ്ണുകൾ. Hallelujah. Praise the Lord. കർത്താവിന് ഒരു താമസമെങ്കിൽ 2025 ഡിസംബർ 12, 13, 14 അവിടെ ഒരു മീറ്റിംഗ് ക്രമീകരിച്ചിരിക്കുക. സ്തോത്രം. ഞാൻ പറഞ്ഞ കാര്യം എന്നെ തന്നെ ഉയർത്താൻ പറഞ്ഞതല്ല. ഇതിനകത്തൊരു തിളക്കം ഞാൻ കാണുന്നു. ചില കുടുംബത്തിനകത്തൊരു തിളക്കം കാണുന്നു. വിടുതലിന്റെ ശക്തി ഇന്ന് രാത്രിനകത്ത് വെളിപ്പെടുന്നുണ്ട്. ഇതിനകത്തിരിക്കുന്ന കുടുംബത്തിനകത്ത് ചില പോരുകളെ ദൈവാത്മ പിടിതറുകയാണ്. പൗലോസ് നോക്കിയപ്പോൾ അവൻ ഇന്ന് രാത്രി സൗഖ്യമാകാൻ മനസ്സുണ്ട്. എത്ര വർഷം കൊണ്ട് നീ പുറത്തു പോലും പറയാതെ കൊണ്ടു നടക്കുന്നു?
എത്ര വർഷം കൊണ്ട് പുറത്തുപോലും പറയാതെ കൊണ്ടു നടക്കുന്ന വിഷയങ്ങൾ ഇന്ന് രാത്രി തമ്പുരാൻ തീ പോലെ നിന്നെ പുറത്തെടുക്കുകയാ. ഒരു തീയുടെ അഭിഷേകം നിന്ന് പുറത്തെടുക്കുകയാ. വർഷങ്ങളായി നിന്നെ പുറത്തു പോലും പറയാതെ, സ്വന്തം അടുത്തിടക്കുന്ന ഭർത്താവിനോടും പറയാതെ, ജന്മം തന്ന അമ്മയോട് പോലും പറയാതെ, ഏതൊക്കെയോ ചില വിഷയങ്ങൾക്കകത്ത് നീ ഭാരപ്പെടുന്ന, ശാരീരികമായ ക്ലേശമിട്ട് പോരാടുന്ന രോഗത്തിന്റെ കാഠിന്യതയെ പരിശുദ്ധാത്മാവിന്ന് രാത്രി തുടച്ചെറിയുന്ന രാത്രിയാണ്. ഇതിനകത്ത് ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു. 12 വർഷമായവൾ സൗഖ്യമായെങ്കിൽ 38 വർഷമായവൻ എണീറ്റ് നടന്നെങ്കിൽ ഇന്ന് രാത്രി കാലപ്പഴക്കമായിരിക്കുന്ന ചില പൈശാചിക കെട്ടുകളെ പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരുന്ന ആത്മാവിന്റെ തീ ഇതിനകത്ത് വെളിപ്പെടുന്നുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവകുഞ്ഞെ, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ആ മന്ദിരത്തിലേക്ക് നീ ഒന്ന് അടുത്ത് എന്ന് നോക്കിയേ. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ഏത് ലുസ്ത്രയിൽ നിന്നെ തകർക്കാൻ സഭ കൂടിയാലും സഭയെ പൊളിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഇതിനകത്ത് വരുന്നു. മിനി കർത്താവിന്റെ അഭിഷേകത്തെ നിങ്ങൾക്ക് വിരോധമായി, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വിരോധമായി, നിങ്ങളുടെ ഉയർച്ചയ്ക്ക് വിരോധമായി ചില സഭകൾ കൂടിയിട്ടുണ്ട്. ആ സഭകളെ പൊളിച്ചെറിയുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഇരിക്കുന്ന മേഖലയ്ക്കകത്ത് ദൈവപ്രവൃത്തി അയക്കുന്നെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ആ മേഖലയ്ക്കകത്ത് യെശയ്യാവിന്റെ പുസ്തകം 41:10 പറയുന്നു, എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങാൻ പോകുകയാ. 2025 ഞാൻ ഒരു താങ്ങും തണലുമായി ഈ രാത്രി മുതൽ ഒരു വിഷയത്തിന്റെ മധ്യത്തിൽ ഭാരപ്പെട്ടിരിക്കുന്ന ഒരു കഴുകൻ കുഞ്ഞിനെ പോലെ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ നിനക്ക് നിന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് പറഞ്ഞാൽ ഈ രാത്രി സ്തോത്രം ചെയ്യാൻ പറ്റുമോ? ദൈവത്തിന്റെ കരുത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. നീതിയുള്ള വലം കൈകൊണ്ട് കേട്ടോ, നീതിയുള്ള വലം കൈകൊണ്ട് കേട്ടോ. ചില അനീതിയുടെ കൈകളെ ഇന്ന് രാത്രി തമ്പുരാൻ പൊട്ടിച്ചെറിയുന്ന രാത്രിയാ. പൊട്ടിച്ചെറിയുന്ന രാത്രിയാ. ചില അനീതിയുടെ കരങ്ങളെ പ്രൈസ് ദി ലോർഡ് കുടുംബത്തിനെതിരെ, ശുശ്രൂഷക്കെതിരെ പോരടിച്ചു നിൽക്കുന്ന ചില അനീതിയുടെ കരങ്ങളെ, ചില അനീതിയുടെ വാക്കുകളെ, ചില അനീതിയുടെ നോട്ടങ്ങളെ, ചില അനീതിയുടെ സംസാരങ്ങളെ, ചില അനീതിയുടെ കൂടിവരവുകളെ, ചില അനീതിയുടെ കൂട്ടായ്മകളെ ഞാൻ പൊളിക്കും. പ്രാർത്ഥിക്കുന്ന രാത്രിയിൽ നീതിയുള്ള വലം കൈകൊണ്ട് താങ്ങുന്നൊരു ദൈവമുണ്ട് കേട്ടോ. നീതിയുടെ വലം കൈകൊണ്ട് താങ്ങുന്നൊരു ദൈവമുണ്ട് കേട്ടോ. ഇന്ന് രാത്രി താങ്ങുന്നൊരു ദൈവമുണ്ട് കേട്ടോ. ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി വെളിപ്പെടുകയാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നോക്കൂ, ഈ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വരുമ്പോ അതോട് ചേർന്നൊരു വാക്യം വായിക്കാം. മാർക്കോസ് സുവിശേഷം 10-ാമത്തെ അധ്യായത്തിന്റെ 52-ാമത്തെ വാക്യം. മാർക്കോസ് 10:52 വായിച്ചേ. മാർക്കോസ് 10:52 ഒന്ന് വായിച്ചേ. അവനോട് പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു യാത്രയിൽ അവനെ അനുഗമിച്ചു. നമുക്കറിയാം, യേശു അവനോട് പോക. ഇതേപോലൊരു വാക്ക് പൗലോസിന് പറഞ്ഞു. പൗലോസിനോട് ആമേൻ, നീ പോ, നീ പൊക്കോളാൻ. ആമേൻ, നീ റെഡിയാണോ? റെഡി, ഞാൻ റെഡിയാ, പോ. നിന്റെ ബലഹീനതയെ തികഞ്ഞു വരുന്ന എന്റെ കൃപ നിന്നോട് കൂടെ ഉണ്ട്, പക്കോ. ഹല്ലേലൂയ. ബലഹീനതയ്ക്കകത്ത് നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന എന്റെ കൃപ നിനക്കുണ്ടെന്ന് പറയാൻ ലോക ചരിത്രത്തിൽ ഒരു മനുഷ്യനെ കഴിയൂ. അത് ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് മാത്രമാണ്. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൂത് തന്ന് ഞാൻ ദൂത് പറഞ്ഞു. പലരും എന്നെ ഇങ്ങോട്ട് വിളിക്കുകയുണ്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. പലരും വിളിച്ചു. എന്താ അഭിഷേകത്തിന് പറയാ പാസ്റ്ററേ, പണം ഇല്ലെങ്കിൽ ആരും കൂടെ ഇല്ലല്ലേ? സ്തോത്രം. ആമേൻ. സൗന്ദര്യം ക്ഷയിക്കുമ്പോഴോ? പ്രൈസ് ദി ലോർഡ്. കേട്ടവർക്കായി സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. സൗന്ദര്യം ക്ഷയിക്കുമ്പോഴോ? പ്രൈസ് ദി ലോർഡ്. ആരോഗ്യമുള്ളപ്പോഴോ? എല്ലാവരും ഉണ്ട്. സൗന്ദര്യമുള്ളപ്പോഴോ? എല്ലാവരും ഉണ്ട്. പണമുള്ളപ്പോഴോ? എല്ലാവരും ഉണ്ട്. രോഗം വരുമ്പോഴോ? ആരുമില്ല. രോഗം ഇല്ലെങ്കിലോ? എല്ലാവരും ഉണ്ട്. ഒത്തിരി പേര്, ഒരു 100ഓളം പേര് എന്നെ വിളിച്ചു. സ്തോത്രം. ഞാൻ പറഞ്ഞു, ഓരോ പ്രഭാതത്തിലും നിങ്ങളുടെ സ്വീകരണ മുറിക്കകത്ത്, നിങ്ങളുടെ ബെഡ്റൂമിനകത്ത് മുഴങ്ങുന്ന അലാറമുണ്ടല്ലോ, അത് നിങ്ങൾ കേട്ട് ഒന്ന് എണീക്ക് രാവിലെ. അത് നിങ്ങൾക്കുള്ള ദൂത. സ്തോത്രം. ഇന്ന് പകലില്
എത്ര പേര് കേട്ടെന്ന് എനിക്കറിയത്തില്ല, പലരും കേൾക്കാറില്ല. സ്തോത്രം. അദ്ദേഹത്തിന് വേറെ പണിയൊന്നുമില്ല. പലരും കേൾക്കാറില്ല. നിങ്ങളൊന്നും അല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഏകദേശം 10,000 പേർക്ക് മുകളിൽ പൊയ്ക്കൊണ്ടിരിക്കുക. പലതിൽ കൂടെ ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ? എത്ര പേർക്ക് കാര്യം പിടികിട്ടിയെങ്കിൽ പറ, ഐ ആം റെഡി. എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ദൈവത്തിന് സ്വതം ചിലരെ പണിയാനുള്ള ആയുധമായിരിക്കട്ടെ. സ്വതം പറ, എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ചിലരെ പണിയാനുള്ള ആയുധമായിരിക്കട്ടെ. എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ചിലരെ പൊളിച്ചു കളയാനല്ല, അവരെ പണിയാനുള്ള ആയുധമായിരിക്കട്ടെ. എൻ്റെ വാക്കുകൾ ദൈവത്തിൻ്റെ മന്ദിരമായി പുറത്തു വരട്ടെ. അത് അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഒരു കൊള്ളിയായിരിക്കട്ടെ. എൻ്റെ വായിൽ നിന്നിരുന്ന വാക്കുകൾ സ്വതം പൊളിഞ്ഞ പട്ടണങ്ങളെ പണിയുന്നതായിരിക്കട്ടെ. എൻ്റെ വായിൽ നിന്നിരുന്ന വാക്കുകൾ ഇന്ന് രാത്രി ഹല്ലേലൂയ ആത്മഹത്യക്കിരിക്കുന്നവനെ ആത്മഹത്യയിൽ നിന്ന് വിടുവിക്കുന്നതായിരിക്കട്ടെ. ഇന്ന് രാത്രി ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ കഷ്ടതയിൽ കൂടെ ഇരിക്കുന്ന ഒരു മഹാരാജാവായ ദൈവം പറയുന്നു, നിന്നെ ഇന്ന് രാത്രി പറയുക, നീ പൊയ്ക്കോ. പ്രൈസ് ദി ലോർഡ്. സഹോദരൻ, നീ പൊയ്ക്കോ. യേശു പറയുക, അവനോട് പോക, നിന്റെ വിശ്വാസം നിന്നെ എന്തിരിക്കുന്നു, രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു. യാത്രയിൽ അവനെ അനുഗമിച്ചു. ആരനുഗമിച്ചു? യേശുവിനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ അവൻ അനുഗമിച്ചെന്ന സ്തോത്രം. അല്ലാതെ യേശു അവനെ അനുഗമിച്ചതല്ല, യേശുവിനെ കാഴ്ച പ്രാപിച്ചവൻ അനുഗമിച്ചു. ആദ്യമായിട്ട് അവൻ കാഴ്ച പ്രാപിക്കുന്നേ. സ്തോത്രം. ആദ്യമായിട്ട് കാഴ്ച പ്രാപിക്കുക. ആ കാഴ്ചയിൽ ആദ്യമായിട്ട് പ്രാപിച്ച കാഴ്ച കണ്ട മുഖം തേജസ്സേറിയ 10,000 സുന്ദരനായിരിക്കുന്ന, മരിച്ചവരെ ഉയർപ്പിക്കുന്ന സ്വർഗരാജ്യത്തിന്റെ താക്കോൽ എന്റെ കൈവശം ഉണ്ടെന്ന് പറഞ്ഞവൻ, മരണത്തിന്റെയും പാതാളത്തെയും പൂട്ടിയിടുന്നവൻ, സ്തോത്രം, ജീവന്റെ മേൽ അധികാരമുള്ളവൻ, ചന്ദ്രന്റെ മേൽ അധികാരമുള്ളവൻ, നക്ഷത്രങ്ങളുടെ മേൽ അധികാരമുള്ളവൻ, ഗാലക്സിയുടെ മേൽ അധികാരമുള്ളവൻ, മനുഷ്യന്റെ മേൽ അധികാരമുള്ളവൻ, സകല ഭൂജല ജന്തുക്കളുടെ മേലും അധികാരമുള്ളവൻ, നരകവാതിലിന്റെ മേൽ അധികാരമുള്ളവൻ, സ്വർഗത്തിന്റെ വാതിൽ അധികാരം പ്രാപിച്ചവൻ, കുഞ്ഞാടിന്റെ മുദ്രയിട്ടവൻ. ഇന്ന് രാത്രി അവന്റെ മുഖം കാണാൻ എത്ര പേര് രാത്രി അവൻ കാത്തിരിക്കുന്നവർ മുഖം കണ്ട് പ്രത്യാശയടഞ്ഞവന്റെ പിന്നാലെ യാത്ര ചെയ്ത് ഇന്ന് രാത്രി നിന്റെ കൂടെ കർത്താവിന്റെ മഹത്വം ഇറങ്ങി വരികയാണ്. ഹല്ലേലൂയ. അവൻ കണ്ടത് വേറെ ആരുടെ മുഖമല്ല, സകല ചരാചരങ്ങളെ സൃഷ്ടിച്ചവനായ കർത്താവിന്റെ മുഖം കാണാൻ ഒരവസരം അവന് ദൈവം കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി അവസരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞ്, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അരുമരക്ഷകൻ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. അത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഈ രാത്രി എത്ര പേർക്ക് ഇന്ന് രാത്രി ആ കർത്താവിനെ മഹത്വപ്പെടുത്താൻ കഴിയും? ഹല്ലേലൂയ, ആമേൻ. കണ്ണുകൾക്ക് എന്ത് തിളക്കം! ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, നിന്റെ കണ്ണുകൾക്ക് തിളക്കം പുറമേ തള്ളിയിരിക്കുന്ന കണ്ണല്ല. ഏതാ കണ്ണ്? ഹൃദയത്തിന്റെ കണ്ണുകൾ. പൗലൂസ് നോക്കിയത് അവന്റെ കണ്ണിനെയാണ്. ഏത് കണ്ണ്? അകത്ത കണ്ണിനെയാ നോക്കിയത്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലേ, നിന്റെ അകത്ത ഹൃദയത്തിലെ കണ്ണുകളെ കാണുന്ന ഈ ഭൂമിയിലില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അകത്തളങ്ങളിൽ പതിയിരിക്കുന്ന രഹസ്യങ്ങളെ വരെ അറിയുന്നവനായ ഒരു ദൈവമുണ്ട് ഇന്ന് രാത്രി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു വേദാംശത്തോട് വായിച്ച മത്തായി സുവിശേഷം 9-ാം അധ്യായം 2-ാം വാക്യം. മത്തായി 9:2. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവിടെ ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷവാതക്കാരനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരുടെ വിശ്വാസം കണ്ട് പക്ഷവാതക്കാരനോട്, മകനെ, ധൈര്യമായിരിക്കാം, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. മകനെ, നീ എന്ത് ചെയ്യുക? ധൈര്യമായിരിക്കുക. സ്തോത്രം. ധൈര്യത്തെ ചോർത്തിക്കളയുന്ന ചില വാക്കുകൾ കൊണ്ട് നീ അധൈര്യപ്പെട്ടിരിക്കുന്നു എന്ന് എന്നോട് പിതാവായ ദൈവം അരുളി ചെയ്തിരിക്കുക. മകനെ, നീ ധൈര്യമായിരിക്കുക ഇന്ന് രാത്രി. ഹല്ലേലൂയ. എന്തിനാ പേടിക്കുന്നേ? ദൈവം കൂടെ ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾക്കറിയോ, ഞാൻ ഹെവി എടുക്കാൻ വേണ്ടി പോകുമ്പോൾ, ആമേൻ, ഈ ഹെവി എടുക്കാൻ പോകുമ്പോൾ എനിക്ക് പിന്നാലെ മുമ്പേ പോയവരെല്ലാം ഹെവി എടുത്ത് ചിലർ ഫെയിലായി പോയി. ചിലരൊക്കെ കമ്പിയെല്ലാം തട്ടിമറിച്ച് ഒരു കമ്പി പോലും ഇട്ടിരിക്കാതെ എല്ലാ കമ്പിയും എടുത്തുകൊണ്ടങ്ങ് പോയി. സ്തോത്രം. എന്നാൽ ലാസ്റ്റ് ഊഴമാണ് എനിക്ക്. ആമേൻ. ഞാൻ പ്രസംഗിക്കുന്ന ആൾ ഞാൻ കർത്താവേ, പരാജയപ്പെട്ടവന്റെ കുതിരയല്ല നോക്കേണ്ടത്, ആ കുതിരയുടെ പുറത്ത് കയറി നമ്മൾ പ്രസംഗിക്കണം ജയാളിയായ ദൈവത്തെ.
എൻ്റെ മുമ്പിൽ വരിക, എന്താ പറയുക, വലിയൊരു വണ്ടി. സ്തോത്രം. വസ്തുക്കൾ വലുതായി കേട്ടോ. ഞാൻ അതിൻ്റെ മണ്ടയ്ക്ക്, ദൈവമേ സ്തോത്രം, നീയാണ് പറഞ്ഞത് ഹൈവേ എടുക്കാൻ. സ്തോത്രം. ആമേൻ. വണ്ടി ഓഫാകാൻ പാടില്ല. ആമേൻ. കൃത്യമായിട്ടും ഇതിനെ ഈ ലൈനിനകത്തോട് തന്നെ ആമേൻ ഈ എടുത്ത് പുറത്തിറങ്ങണം. പ്രൈസല്ലോ. എടുത്ത് പുറത്തിറങ്ങണം. ആമേൻ. ഇത് പറഞ്ഞ് അകത്ത് കയറി, വണ്ടിക്കകത്ത് കയറി ഇരുന്ന്, ദൈവത്തിന് എനിക്കറിയത്തില്ല ഇത് എങ്ങനെയാണ് ഈ കയറി വന്ന് പിടിച്ച് വെളിയിറങ്ങിയതെന്ന് എനിക്കറിയത്തില്ല. സോദരം, ഭംഗിയായിട്ട് 36 പേര് നിന്നതിൽ ആകെ 3 പേര് മാത്രമേ ആമേൻ പാസ്സായിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഫെയിലായിപ്പോയി. കാരണം ആദ്യം കയറിയവരെല്ലാം ആമേൻ സ്തോത്രം ഈ കമ്പികൾ മറിച്ചത് കണ്ടപ്പോ ആമേൻ ഭയപ്പെട്ട് നിൽക്കുക. ഭയപ്പെട്ട് സ്തോത്രം പേടിച്ച് ഒതുങ്ങിയിരിക്കുക. അവരെ കണ്ണുകൾ കണ്ടപ്പോൾ ഞാൻ തന്നെ പേടിച്ചു പോയി. സ്തോത്രം. അതും തീർന്നില്ല. ഇതിന്റെ ഫ്രണ്ടിലെടുത്ത മീശക്കാരൻ ഇരിപ്പുണ്ട്. മീശക്കാരൻ നല്ല മീശയെല്ലാം പിരിച്ച് കട്ട മീശ വെച്ചൊരു ആമേൻ ഒരു തോക്കെല്ലാം മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇതുകൂടെ കണ്ടപ്പോൾ അവിടെ നിൽക്കുന്നവരെല്ലാവരെയും ഏറെക്കുറെ ഉള്ളവരെല്ലാം ആഫീസ് പൂട്ടി എന്ന് തന്നെ പറയാം. പ്രൈസ് അല്ലാഹ്. പേടിച്ചു വിരണ്ട ആകപ്പാടെ. കയറിയിരുന്നപ്പോ ഗിയർ ഏതാണ്, ക്ലച്ച് ഏതാണ്, ആമേ ആക്സിലേറ്റർ ഏതാണ്, ബ്രേക്ക് ഏതാണ്, ഒരു പിടിയില്ല. ഈ സ്റ്റിയറിംഗ് എല്ലാം കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്നത് പോലെ ഉള്ളൊരു മോഡല്. ഹലോ, കർത്താവ് എന്താ പറയുന്നറിയാമോ? ഭയപ്പെടല്ലേ. നിന്റെ കണ്ണുകളിൽ പേടി വരരുത്. ഇതിനേക്കാൾ പ്രശ്നം നിന്റെ ജീവിതത്തിൽ വരുമ്പോഴും കർത്താവിന്റെ വചനത്തെ മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. കർത്താവിന്റെ വചനത്തെ മുറുകെ പിടിച്ചാൽ നിന്റെ ഭയത്തെ പുറത്താക്കുന്ന ദൈവത്തിന്റെ കൃപ ഇന്ന് രാത്രി നിന്റെ കണ്ണുകളിൽ കാണണം. ധൈര്യം. ശത്രു നിന്റെ മുമ്പിൽ വരുമ്പോൾ നിന്റെ കണ്ണുകളിൽ നോക്കും. പേടി കാണരുത്. പേടി കണ്ടു കഴിഞ്ഞാൽ അവൻ നിന്റെ വീട്ടിനകത്തേക്ക് കയറും. വീട്ടിൽ കയറി കഴിഞ്ഞാൽ അവന്റെ പ്രവൃത്തി ആരംഭിക്കും. കാരണം നീ പേടിച്ചൊതുങ്ങിയിരിക്കുക. സ്തോത്രം. ആമേൻ. പേടിയില്ല പാസ്റ്റർ, എനിക്ക് പേടിയേ ഇല്ല. ആര് പറഞ്ഞു പേടിയുണ്ടെന്ന്? ആമേ സ്തോത്രം. എന്തിനേറെ 1.5 വയസ്സായ കുഞ്ഞു കൊണ്ടൊരു ബലൂണ് കൊണ്ടൊന്ന് പൊട്ടിച്ചപ്പോൾ ഓടിയ ആൾക്കാരെ നമുക്കറിയാം. കൈവക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. സ്തോത്രം. എനിക്കൊരു പേടിയില്ല. 1.5 വയസ്സായ കുഞ്ഞ് ആമേൻ തള്ളയുടെ പുറകെ കൊണ്ടുവരും ബലൂണ് പൊട്ടിച്ചപ്പോ ഒരു ഓട്ടം ഭൂകമ്പോ എല്ലാ ഹെലികോപ്റ്റർ വന്ന് വീട്ടിന്റെ പിന്നാലെ വീണു. കൊച്ചിനെ എടുത്ത് ഓടുക. കൊച്ചിനെടുത്ത് എന്താ പരിപാടി? സ്തോത്രം. കുഞ്ഞിനും ചിരിക്കുക. ഏകദേശം 200 മീറ്റർ ഓടിയപ്പോ പറയാ, എന്തിനാ അമ്മ ഓടുന്നേ? വീട്ടിന്റെ പുറത്ത് എന്തോ വീഴുന്ന? അല്ലെന്ന്, എന്റെ കയ്യിൽ അമ്മ ഊതിപ്പെരുക്കി തന്നില്ലേ ബലൂണ്, ഞാൻ അമ്മയെ വെറുതെ ഒന്ന് പേടിയാക്കിയതാ. ഹല്ലേലൂയ. കേൾക്കണോ? ഒരു ചെറിയ ഒരു സ്പൂൺ നിലത്ത് വീണ് കഴിഞ്ഞാൽ പോ പിശാചേ എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്ന് പിന്നെയും തിരിഞ്ഞിരിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ നോയിക്കൊണ്ടിരിക്കുന്നവരെല്ലാം ഓർത്ത് പറയുന്നേ. സ്തോത്രം. ഇന്ന് രാത്രി യേശു പറയാ, നീ പേടിക്കരുത് കുഞ്ഞെ. പ്രൈസ് ദി ലോർഡ്. മകനെ ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങളെ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോ അവൻ എന്താ പേടിച്ചിരുന്നത്? പാപങ്ങളുടെ മേലുള്ളൊരു ഭയം അവന്റെ മേലുണ്ടായിരുന്നു. ഇന്ന് രാത്രി പാപത്തിന്റെ മേലും ഒരു അധികാര ശക്തി ഈ രാത്രി പാഞ്ഞിറങ്ങുന്നുണ്ട്. ആ വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ ഇന്ന് രാത്രി മഹത്വപ്പെടുത്തുകയാണ്. സ്തോത്രം. 10-ാമത്തെ വാക്യത്തിലേക്ക് വരാമോ? 10-ാമത്തെ വാക്യം. ആമേൻ സ്തോത്രം. 14-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. കുറിവാക്യമാണ്. നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞ് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. പ്രൈസ് ദി ലോർഡ്. നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക. ഇന്നലെ വരെ നീ കുരിഞ്ഞു നടന്നെങ്കിൽ ഇന്ന് എന്ത് ചെയ്യണം? നിവർന്ന് നിൽക്കണം. നിവർന്ന്, നെഞ്ചും നെറ്റിയും നിവർന്ന്. ആമേൻ. മേലധികാരി വരുമ്പോ ആമേൻ പോലീസുകാരെ എണീറ്റുന്ന് ഒരു ഉണക്ക സല്യൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഷൂവിന്റെ ലാടം കയറും വാരിയല്ലില്. സ്തോത്രം. ആമേൻ. അതിന്റെ ഓരോ പൊസിഷൻ അനുസരിച്ച് സല്യൂട്ട് അടിക്കാൻ അവരെ ട്രെയിനിങ് കൊടുത്താക്കിയിരിക്കുന്ന ഒരു ട്രെയിനിങ് ശാലയുണ്ട്. ആമേൻ. ലുസ്ത്രയിൽ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. നീ എഴുന്നേറ്റ് കാൽ ഊന്നണം. ആമേൻ. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ പുറത്തു വന്നപ്പോ കാലൂന്നില്ലല്ലോ. കാലൂന്ന ശത്രു അനുവദിച്ചില്ലല്ലോ. ഹോസ്പിറ്റൽ വൈദ്യശാസ്ത്രം പറഞ്ഞു
സർട്ടിഫിക്കറ്റ് ഇരിപ്പുണ്ട്. എന്താ പറഞ്ഞേ? ഒരിക്കലും ഈ മകൻ നടക്കത്തില്ല, അവന്റെ കാൽപാദം ഈ ഭൂമിയിൽ ഊന്നത്തില്ല. കാരണം വചനമുണ്ട്, നിന്റെ കാലൂന്നുന്ന ദേശമൊക്കെയും കർത്താവ് നിനക്ക് തരും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ ദൂത് മറന്നു പോകരുത്. പരിശുദ്ധാത്മാവെന്ന് രാത്രി ദൂത് പറയുന്നു, നീ കാലൂന്നുന്ന ദേശം അത് നിനക്കും നിന്റെ തലമുറയ്ക്കും ദൈവം തരാമെന്ന് പറഞ്ഞെങ്കിൽ നീ കാലൂന്നി പ്രാർത്ഥിക്ക. ആമേൻ. അത് ഊന്നത്തില്ല എന്ന് പറഞ്ഞ് പിശാച് വെല്ലുവിളിച്ച് ഉദരത്തിൽ നിന്ന് കെട്ടി അവനെ ഒരു പാക്കേജായി അവൻ പുറത്തിറക്കിയപ്പോൾ ഇന്ന് രാത്രി ദൈവാത്മാവ് ഇതിനകത്തിരിക്കുന്ന ആരോടോ പറയുന്നു, നിന്റെ കാൽപാദം ഊന്നുന്ന സ്ഥലം ദൈവം നിനക്ക് തരും. കഴിഞ്ഞ ദിവസം ഞാൻ ഓമന സിസ്റ്ററോട് പറഞ്ഞു, ഓമന സിസ്റ്ററെ, കാല് നീളത്തിനങ്ങോട്ട് വച്ച് ഒന്നത് നല്ല ഹൈറ്റുള്ള കറുത്തദാസിയാണ്. അവരെ രാജേഷിന് തൊപ്പി വയ്ക്കാൻ വേണ്ടി ഞങ്ങൾ പെടാപ്പാട്. ലാസ്റ്റ് കസേരപ്പുറത്ത് കയറിയതാ തൊപ്പി വെച്ച് കൊടുത്തേ. സ്തോത്രം. ആമേ. തൊപ്പി വയ്ക്കാൻ വിട്ടുകൊടുത്തത് ആരെന്നറിയാം? ഏറ്റവും പൊക്കം കൂടിയ നമ്മുടെ ബെൻസിംഗർ പാസ്റ്റർ അടുത്താ. അറിയാമല്ലോ, ബെൻസിംഗർ പാസ്റ്റർ നോക്കിയപ്പോൾ ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? പർവ്വതത്തിന്റെ മുകളിലാണോ ജിറാഫിന്റെ അടുത്താണോ? സിസ്റ്റർ ഒന്ന് കുനിതാ. ആമേ. സിസ്റ്റർ കുനിയോ? സിസ്റ്റർ പറയും, ഇല്ല, നീ എനിക്ക് തൊപ്പി വെച്ചാ. ലാസ്റ്റ് അത് വല്ലാത്തൊരു വടംവലിയായി. ഞങ്ങൾ സ്റ്റൂളൊക്കെ ഇട്ടാൽ തൊപ്പി വെച്ച് കൊടുത്തേ. ഞാൻ പറഞ്ഞു, നിങ്ങൾ കാര്യം ചെയ്തോ, കാൽ നീളത്തിനങ്ങോട്ട് എത്രത്തോളം ആ മാർച്ച് നീട്ടി വെക്കാൻ പറ്റുമോ അത്രയും അങ്ങോട്ട് വച്ച് ആമേ ഭൂമിക്ക് 4 വളയം വെക്കാൻ പറഞ്ഞു. സ്തോത്രം. എന്നിട്ട് പ്രാർത്ഥിര്, ദൈവമേ, ഇത് പിതാക്കന്മാർ എനിക്ക് എന്റെ തലമുറയ്ക്കും ആമേ സ്തോത്രം വസിപ്പാൻ തന്ന ഭൂമിയാണ്. ഈ ഭൂമിയിൽ ഞാൻ ആമേൻ വീട് വെച്ച് താമസിക്കാൻ പോകുന്നു. നിന്റെ നാമത്തെ ഞാൻ ഉയർത്താൻ പോകുകയാ. സ്തോത്രം. ഇന്ന് പലരെയും ഭൂമിക്കകത്ത് അതിരെവിടെയെന്ന് പോലും അറിഞ്ഞൂടാ. സ്തോത്രം. എവിടെയോ ഒരു കല്ല് കിടപ്പുണ്ട്. പോരാ, അതിര് തോറും നടന്നു പ്രാർത്ഥിക്കണം. പറ്റോ? അതിര് തോറും നടന്നു പ്രാർത്ഥിക്കാൻ ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മാവ് ആലോചന പറയുന്നു. ആമേ സ്തോത്രം. അതിനകത്ത് നടന്നു പ്രാർത്ഥിക്കാൻ ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് കൃപ തരാൻ പോകുകയാ. ഈ പട്ടണത്തിനകത്ത് ഇരിക്കാത്ത നിലയിൽ ദൈവം അവനെ പുറത്തെടുക്കുമെന്ന് ശത്രുവിനറിയാം. പക്ഷേ ഈ പുരുഷൻ എന്ന് പറയുമ്പോ ഇപ്പൊ എനിക്ക് തങ്കമാൻറ്റിയുടെ ഹസ്ബൻഡിനായി ചാക്കോ സാറിന് എനിക്ക് പുരുഷാന്ന് വിളിക്കാൻ പറ്റില്ല. എനിക്ക് പിതാവേ എന്ന് വിളിക്കാം. കാരണം പ്രായം കഴിഞ്ഞല്ലോ. പിതാവേ എന്ന് വിളിക്കാം. ഒന്നും പറയത്തില്ല കേട്ടോ. നിങ്ങൾ പ്രായം കഴിഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ പിതാവേ എന്ന് വിളിക്കും പോലെ പിതാവേ എന്ന് വിളിച്ചളയല്ലേ. സ്തോത്രം. ആമേൻ. ഞാൻ അദ്ദേഹത്തെ പിതാവേ എന്ന് വിളിക്കും. പ്രൈസ് ദി ലോർഡ്. തങ്കമ്മാൻറ്റിയെ തങ്കമ്മ അമ്മ എന്ന് വിളിക്കാം. പക്ഷേ ഇതിനകത്തിരിക്കുന്ന ആ റിജുവിന് എനിക്ക് പറയാം പുരുഷൻ, സെബിനെ പറയാം പുരുഷൻ, റിജുവിനെ ചേട്ടനോട് പറയാം പുരുഷൻ. ആമേൻ. പിന്നെ അടുത്ത പ്രായം അല്പം കൂടെ കുറഞ്ഞ വ്യക്തിയാണ് നമ്മുടെ ദിനീഷ് ബ്രദർ, പറയാം പുരുഷൻ. ആമേൻ. പുരുഷൻ എന്ന് പറയുമ്പോ പ്രൈസ് ദി ലോർഡ് ഏകദേശം 30 വയസ്സിനകത്തുള്ള ഒരു മനുഷ്യനായിരിക്കാം. പിന്നെ അടുത്തൊരു കാറ്റഗറിയിലേക്ക് വരുമ്പോ പുരുഷൻ എന്ന് വിളിക്കുന്ന ഒരു പദമുണ്ട്. ആമേൻ. ആ ചാക്കോ സാറിനെ പോലെ ആമേൻ സ്വതന്ത്ര പ്രൈസ് കുടുംബം നന്നായി ഭരിക്കുന്നവനെ വിളിക്കുന്ന പേരാണ് എന്താ? പറ, പുരുഷൻ. ഹലോ, ആരും മിണ്ടാതിരിക്കണല്ലോ. കുടുംബം നന്നായി ഭരിക്കുന്നവന്റെ പേരാണ് ബൈബിളിനകത്തുള്ള വാക്യം പറയുന്നത് പുരുഷൻ. സ്തോത്രം. ഹല്ലേലൂയ. ചിലർ പറയുന്നത് പുരുഷത്വം പ്രാപിക്കുക. ആരെ കെട്ടി? ചെരുപ്പിട്ട് കർത്താവിന്റെ പിന്നാലെ സഞ്ചരിപ്പാൻ ഇന്ന് രാത്രി തയ്യാറാകാൻ ആമേൻ മനസ്സുള്ളവരുടെ ആമേൻ അകത്തളങ്ങളിലേക്ക് ഇറങ്ങി സംസാരിക്കുന്ന ഒരു ദൈവം ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇവന് ഏകദേശം എത്ര വയസ്സ് വരും? 30 വയസ്സോളം പ്രായമുള്ള ഒരു മനുഷ്യനാണ് ഇവിടെ ഇരിക്കുന്നത്. ഒന്ന്, നീ എന്ത് ചെയ്യണം? കാലൂന്നണം. അടുത്ത് നീ നിവർന്ന് നിൽക്കണം. അടുത്ത് നിവർന്ന് നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ഇന്ന് രാത്രി കുതിച്ചെഴുന്നേറ്റ് നടന്നു. പ്രൈസ് ദി ലോർഡ്. കുതിച്ച് ഒരു കുതിപ്പ്. ഹല്ലേലൂയ. നടത്തയിൽ ഒരു ചിലരൊക്കെ പോകുന്ന പോക്ക് കണ്ട അങ്ങനെ നടക്ക. പാസ്റ്റർ പറഞ്ഞല്ലോ കുതിച്ച് നടക്കാൻ. നാളെ നിങ്ങൾ റോട്ടിറങ്ങി കുതിച്ച് നടക്കരുത്. അപ്പൊ പറയും, അച്ഛാ എനിക്ക് ഈ ചെരുപ്പ് പോരാ, കുതിക്കുന്ന ചെരുപ്പ് വാങ്ങിച്ചതാ. കുതിക്കുന്ന ചെരുപ്പോ? ദിനീഷ് പറഞ്ഞു ചോദിക്കുക, അതാ കുതിക്കുന്ന ചെരുപ്പ്. സ്തോത്രം. അതെ, അതൊക്കെ ഉണ്ട് പ്രത്യേകത.
ഫ്രണ്ട് തറയിൽ പറ്റി നിൽക്കും, ബാക്ക് വന്നിട്ട് ബാക്ക് അതിന്റെ ഉപ്പൂറ്റിയുടെ ഭാഗം ഏകദേശം 8 സെന്റിമീറ്റർ ഉയരം വരും. കുതിച്ചു നിൽക്കുന്നത്. അങ്ങനെ കുതിപ്പിന്റെ കാര്യമല്ല പറഞ്ഞേ. സ്തോത്രം. ആ കുതിപ്പല്ല ഷാജി പാസ്റ്റർ പറഞ്ഞല്ല കുതിച്ചു കിടക്കാൻ. അതല്ല കുതിപ്പ്. ഇത് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ കുതിച്ചവൻ എഴുന്നേറ്റു. ഇന്ന് രാത്രി കുതിച്ചെഴുന്നേൽക്ക്. ഒരു എഴുന്നേൽപ്പുണ്ട്. അതിന് മുൻപ് ചില ശൂന്യതകളെ പണിയാൻ എന്റെ കർത്താവ് ഇന്ന് രാത്രി ഗർഭപാത്രത്തിനകത്തുനിന്ന് പുറത്തെടുത്തിരിക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒരു വാക്യം കൂടെ പറയാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വായിക്കണ്ട കേട്ടോ. ആമേൻ. യോബ് പറയുന്ന ഒരു കാര്യം, നീ എന്നെ കൊന്നാലും ഞാൻ നിന്നെ എന്ത് ചെയ്യില്ല, വിടില്ല. ഈ ഒരു ഭാഗം കൂടെ നമ്മൾ ബൈ ഹാർട്ടാക്കണം കേട്ടോ. ഹല്ലേലൂയ. നീ എന്നെ കൊന്നാലും ഞാൻ നിന്നെ എന്ത് ചെയ്യില്ല, വിടില്ല. ആമേൻ. നീ എന്നെ എങ്ങനെ കൊല്ല്, സ്നേഹിച്ചു കൊല്ല്. ആമേൻ. ദൈവം സ്നേഹിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഒരു 3 മാസം 4 മാസമായി കുഞ്ഞ് ചിരിക്കുന്നത് പോലെ നീ ചിരിക്കേണ്ടി വരും. കർത്താവ് നിന്നെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങിയാൽ ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയും, ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരുമെന്ന് യെശയ്യാവിന്റെ പുസ്തകം 45:3 പറയുന്നു. ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളും മറവിടത്തിലെ ഗുപ്തനിധികളും തരുമെന്ന് പറഞ്ഞാൽ അതാ ദൈവത്തിന്റെ സ്നേഹം ആർക്കും ചെന്നെത്താൻ കഴിയാത്ത, ആരുടെ കണ്ണുകൾക്കും കാണാൻ കഴിയാത്ത ഒരു ഇരുട്ടത്തിരിക്കുന്ന ചില നിക്ഷേപ പാത്രങ്ങളെ നിനക്ക് വേണ്ടി തുറക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി തുറക്കുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മനുഷ്യൻ നിന്നെ കുറിച്ച് എന്തോ മേലെടുത്ത് പറയട്ടെ, അതിനകത്തു നിന്ന് ഇന്ന് രാത്രി കുതിച്ചെണീക്കാൻ പറ്റുമോ? ഒരു കുതിപ്പ് നിന്റെ ജീവിതത്തിൽ അത് കുതിച്ചെഴുന്നേൽക്കുന്ന ഒരു തലത്തിലേക്ക് ഇന്ന് രാത്രി പുറത്തു വരട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ ഒരു കുതിച്ചെണീക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരാധനയിൽ ഒരു ആമേൻ ആത്മനിറവോടൊന്ന് കുതിച്ച് ഒന്ന് എണീപ്പാൻ, ദൈവ സന്നിധിയിൽ ഹല്ലേലൂയ കടങ്കഥ പറയാതെ ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മനിറവോടെ കുതിച്ചെണീപ്പാൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കഥ പറയും പോലെ നിങ്ങൾ ആരും വചനം പറയരുത്. കഥ പറയും പോലെ പറയരുത്. ആത്മാവിൽ നിറഞ്ഞു എന്ന് വചനം ശുശ്രൂഷിക്കണം. ആമേൻ. സ്തോത്രം. പറയുന്ന വാക്കുകളെ പല പ്രാവശ്യം ദൈവാത്മാവ് തരുന്ന ദൂതുകളെ ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനും കരയാനും ഉടയാനും തയ്യാറാണെങ്കിൽ ഒരു ആത്മാവിന്റെ കുതിപ്പിന്ന് രാത്രി ഈ പട്ടണത്തിനകത്ത് മാത്രമല്ല, നിങ്ങൾ ഇരിക്കുന്ന രാജ്യത്തിനകത്തും ദൈവം നിന്നെ ലക്ഷ്യ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽക്കാൻ ദൈവം നിന്നെ ഇന്ന് രാത്രി വിളിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശമലപരകഥന വൈടകരാജകൾക്കനാദി. ദൈവകുഞ്ഞേ, ഈ രാത്രി തമ്പുരാന്റെ കരങ്ങളിലേക്ക് നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഒരു കുതിച്ചെണീപ്പ് നിന്റെ ജീവിതത്തിലേക്ക് ഇന്ന് രാത്രി തമ്പുരാൻ തരാൻ പോകുകയാ. വായിച്ചേ. ആമേൻ. സ്തോത്രം. നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 8-ാമത്തെ വാക്യം പറയുന്നു, സുന്ദരമെന്ന ദേവാലയത്തിലേക്ക് ആരാധിക്കാൻ പോയ ആമേൻ സ്തോത്രം യോഹന്നാനും പത്രോസും അവർ ആരാധനയ്ക്കായി കടന്നു പോകുമ്പോൾ ആലയ ഗോപുരത്തിങ്കൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ അവിടെ ഇരുന്നിരുന്നു. കാരണം വരുന്നവരുടെ നേരെ കൈനീട്ടിയും കണ്ണു മുഴപ്പിച്ചും പുഞ്ചിരിയോടും ഇരുന്ന ഒരു ഗർഭം മുതലിരുന്ന മുടന്തന്റെ മേൽ ദൈവപ്രവൃത്തി അയക്കാൻ സ്വതന്ത്രം യോഹന്നാന്റെ മേലും പത്രോസിന്റെ മേലും ഒരു അത്യന്ത ശക്തി ആ കാലഘട്ടങ്ങളിൽ ദൈവം പകർന്നെങ്കിൽ ഇന്ന് രാത്രി ശ്രദ്ധിക്കൂ. ഹല്ലേലൂയ. അവിടെ എന്താ പറഞ്ഞേ? അവിടെ എന്തെന്നറിയാമോ പറഞ്ഞത്? ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പൊന്നോ വെള്ളിയോ എന്റെ പക്കൽ, ഞങ്ങളുടെ പക്കലില്ല. അതെല്ലാം മുന്നമേ തീർന്നിരിക്കുന്നു. ഒരു കിഴി പോലും ഞങ്ങളുടെ കരങ്ങളിലില്ല. ആ പണക്കിഴിയും കോയിൻസും നാണയത്തുട്ടുകളും അതെല്ലാം തീർന്നിരിക്കുന്നു. പക്ഷേ അവർക്കാർക്കും കൊടുക്കാത്ത ഒന്ന് എന്റെ കയ്യിലുണ്ട്, ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇന്ന് രാത്രി അവർക്കൊന്നും കൊടുക്കാത്തത്, നിന്റെ അയൽവക്കാർ കൊടുക്കാത്തത്, നിന്റെ പിതാവിന് കൊടുക്കാത്തത്, നിന്റെ മാതാവിന് കൊടുക്കാത്തത്, നിന്റെ സഹോദരങ്ങൾ കൊടുക്കാത്തത് ഒന്നെന്റെ പക്കലുണ്ട്. അത് ഒന്നാണ്. ആമേൻ. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ നീ എണീക്ക. ഇന്ന് രാത്രി നീ എണീക്ക. പലരും അധർമ്മ പാളയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി നീ എണീക്ക.
ശമലപരഗതന വൈഡകരാജകൾ കനാദി. യേശു കർത്താവ് ഒരു സ്വതന്ത്ര കേൾവിയില്ലാത്ത മനുഷ്യന്റെ ചെവിക്കകത്ത് വിരലിട്ട് പറയാ, യഫദാ തുറക്ക. സ്തോത്ര. യഫദാ തുറന്നു വാ, യഫദാ തുറന്നു വാ. ഇന്ന് രാത്രി ആരോടൊക്കെ പറയാ, ചിലത് അടഞ്ഞിരിക്കുന്ന ചില ഉറവകൾ ഈ രാത്രി തുറക്കാൻ പോകുകയാ. നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി ദൈവം ചില തുറക്കാൻ പോകുകയാ. ഓ, ചില ഉദരങ്ങൾ, ചില ഗർഭപാത്രങ്ങൾ തുറക്കുന്ന നാളുകൾ വിദൂരമല്ല. സൃഷ്ടിച്ചിരിക്കുന്ന ചില ഗർഭപാത്രങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ഇറങ്ങി വരികയാ. ഓ, നന്മകൾക്ക് വിരോധമായി പോരാടുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ, ഓ ചില പോരുകൾ തള്ളിവിട്ട് ശത്രു ആമേൻ അടച്ചു വച്ച ചില ആമേൻ മേഖലകളെ ഇന്ന് രാത്രി തകർത്താ പറയാ, തുറന്നുവാ. ദൈവകുഞ്ഞേ, ഇന്ന് രാത്രി തമ്പുരാൻ വിളിച്ചു പറയുക, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്നേ. 3:8 പറയുന്നറിയാമോ? എണീക്ക്, നീ എണീറ്റ് പുറത്തു വരണം. കാലൂന്നി നിൽക്കണം. കാലൂന്നില്ല എന്ന് ദേശം വിളിച്ചു പറയുമ്പോൾ, ചാർച്ചക്കാർ വിളിച്ചു പറയുമ്പോൾ, ബന്ധുജനം വിളിച്ചു പറയുമ്പോൾ, ഓ സഹപാഠികൾ വിളിച്ചു പറയുമ്പോൾ, കൂടെ കളിക്കുന്നവർ വിളിച്ചു പറയുമ്പോൾ, കൂടെ പഠിച്ചവർ വിളിച്ചു പറയുമ്പോൾ, സമൂഹത്തിൽ അംഗീകാരം തന്നവർ പറയുക നടക്കത്തില്ലെന്ന് പറയുമ്പോൾ, ഇന്ന് രാത്രി കുതിച്ചെണീക്കാൻ പരിശുദ്ധാത്മാവ് ഈ രാത്രി ദൂത് പറയ, കുതിച്ചെണീക്ക്. ആമേൻ, ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു കുതിച്ചെടിപ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഒരു കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഒരു കുതിച്ചെണീപ്പ് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒന്ന് നീ മറക്കരുത്. കർത്താവ് നിന്റെ കൂടെ നിന്നത് കൊണ്ടാ ദൈവം നിന്നെ നിർത്തിയിരിക്കുന്നത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയോ, ഞാൻ രാത്രി യാമങ്ങളിൽ വാഹനം ഓട്ടിക്കും പലരും ചോദിക്കാറുണ്ട്, പാസ്റ്റർ ഇവിടെ ഒന്ന് കിടന്നിട്ട് പോയാ പോരെ, രാവിലെ അങ്ങ് പോയാ പോരെ. ഞാൻ പറഞ്ഞു, നോ 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 നോ, ഹല്ലേലൂയ, അത് പറ്റത്തില്ല. എനിക്ക് ഇന്ന് രാത്രി പോകാനാ നിയോഗം. ഇവിടെ തങ്ങാനല്ല നിയോഗം, എനിക്ക് യാത്ര ചെയ്യാനാ നിയോഗം. ഇന്ന് രാത്രി നിന്റെ യാത്രകളെ തടയുന്ന, ഓ നിന്നെ അല്പനിമിഷം കൂടെ ഇരിയെന്ന് പറഞ്ഞ് ഇരുത്തുന്ന ചില ശക്തികൾ ഇന്ന് രാത്രി പൊട്ടിത്തെറിക്കാൻ പോകുകയാ. പത്രോസിന്റെ കൈ വന്നപ്പോൾ അവന്റെ നരിയാണികൾ ഉറയ്ക്കുകയാ. ഇന്ന് രാത്രി ചാടി എണീറ്റു. അതാരുടെ കുഴപ്പമല്ല കേട്ടോ. നിന്റെ പ്രായക്കാരിൽ പലരും കടവരാന്തയിൽ ചൊറിയും കുത്തിയിരിക്കുമ്പോൾ, ഒരു പണിയുമില്ലാതിരിക്കുമ്പോൾ, നീ ജോലിക്ക് പോകുമ്പോൾ പറയും, തീർന്നില്ലേ, ഇവന്റെ പവർ എന്താ, ഇവരുടെ പവർ എന്താ എന്ന് ചോദിക്കുന്നതിന്റെ മുമ്പിൽ ഇന്ന് രാത്രി ഒരു താക്കോൽ വാക്യം വിളിച്ചു പറയുക, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ആരുടെ സമാധാനം? ക്രിസ്തുവിന്റെ സമാധാനം. കൊലോസ്യർ പറയുക 13:15 പറയുന്നു, ആമേ, ക്രിസ്തുവിന്റെ സമാധാനം. ഹല്ലേലൂയ. അതുള്ളവർക്ക് ഏത് സമയത്തും ഹല്ലേലൂയ, നോ സ്റ്റോപ്പ്, നോ സ്റ്റോപ്പ്. ഹല്ലേലൂയ, സ്തോത്രം. അവരെ ശ്വാസം വിട്ട് തീരുമ്പോൾ നമ്മുടെ മെസ്സേജ് തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കൾ കൊടുങ്കാറ്റായിരിക്കണം. ദൈവമക്കൾ എന്തായിരിക്കണം? കൊടുങ്കാറ്റായിരിക്കണം. സ്തോത്രം. ആമേൻ. നിങ്ങൾക്കറിയോ ഞാൻ ഇരിക്കുന്ന പട്ടണം? ആമേൻ, സ്തോത്രം. ഇവിടെ എല്ലാം മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പട്ടണമാണ്. ഈ ഒരു വീട് മാത്രമാണ് രാവും പകലും ശുശ്രൂഷ വെളിപ്പെടുന്നത്. ഒറ്റ വീട് മാത്രം. ബാക്കി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു. സ്തോത്രം. പറയുന്ന കാര്യം മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ന്യായപ്രമാണം പഠിച്ചവൻ ന്യായപ്രമാണം ഉറക്കെ വിളിച്ചു പറയണം. നിന്റെ ചെവി കേൾക്കത്തക്ക തലത്തിൽ നിന്റെ വായി തുറക്കണം. അതാ വചനം പറയുന്നേ. വായിക്കുന്നവൻ മാത്രമല്ല, പിന്നേതാ, കേൾക്കുന്നവനും അനുഗ്രഹം പ്രാപിക്കും. ഇവിടെ ഇരിക്കുന്ന ബോൾസിൽ കൂടെ എന്റെ ചെവിയിൽ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ,
Praise the Lord. ഇതിൽ കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊന്ന് മനസ്സിലാകുന്നുണ്ട്, ഇതിനകത്ത് വഴുവഴുപ്പി നിൽക്കുന്നവർ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കുവീൻ. പക്ഷെ അവിടെ തന്നെ നോക്കുമ്പോൾ ഒരു കാര്യം കിടപ്പുണ്ട് കേട്ടോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ ഒരു കാര്യം കൂടെ പൗലോസോട് ഊന്നി പറയുന്നുണ്ട്. എവിടെ പറയുന്നു? 6-ാമത്തെ അധ്യായം. നിങ്ങൾ ആരും വായിക്കാതിരിക്കരുത്. 6-ാം അധ്യായം വായിക്കുമ്പോൾ 1-ാമത്തെ വാക്യം മുതൽ തീർത്തുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. അതൊരു ആത്മീകന്റെ ജീവിതത്തിലെ അനുഗ്രഹത്തിന്റെ പടിയാത്. പ്രൈസ് ദി ലോർഡ്. വായിച്ചിരിക്കണം. 6-ാമത്തെ അധ്യായം നിങ്ങൾ വായിക്കാതിരിക്കരുത്. 11-ാമത്തെ അധ്യായമല്ല വായിക്കേണ്ടത്, 2-ാം അധ്യായമല്ല വായിക്കേണ്ടത്, 1-ാമത്തെ അധ്യായം 13-ാം വാക്യമല്ല വായിക്കേണ്ടത്, 2-ാമത്തെ 1-ഉം 2-ഉം അല്ല വായിക്കേണ്ടത്, 11-ാം അധ്യായത്തിന്റെ 3-4 വാക്യങ്ങളല്ല വായിക്കേണ്ടത്. വായിക്കേണ്ടത് 6-ാമത്തെ അധ്യായത്തിനകത്തുണ്ട്. ഹല്ലേലൂയ. എന്താ വാക്യം? സ്വർഗീയ ഭോജനം നിങ്ങൾ അനുഭവിച്ച ശേഷം. രക്ഷിക്കപ്പെട്ടവൻ അനുഭവിക്കുന്ന ഭോജനം എന്നറിയാമോ? ഏതാ ഭോജനം? സ്വർഗീയ ഭോജനം. ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ സ്വർഗീയ ഭോജനം. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ, സഭയിൽ ചെല്ലുമ്പോൾ ചായ കിട്ടിയാൽ സ്വർഗീയ ഭോജനം. ആരുടെ നാമത്തിൽ? യേശുവിന്റെ നാമത്തിൽ തരുന്നത്. രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവവൈതൽ ചായക്ക് വെള്ളം വയ്ക്കുമ്പോൾ തന്നെ എത്ര സ്തോത്രം വരുമെന്ന് അറിയാമോ? നിങ്ങൾ സ്തോത്രം പറയും, വെള്ളത്തിൽ നോക്കി സ്തോത്രം പറയും, തുപ്പൽ കറിക്കും. മാറി നിന്ന് സ്തോത്രം പറയണം. കേട്ടവർക്കായി സ്തോത്രം. വെള്ളത്തിലൊക്കെ സ്തോത്രം പറയരുത്, വെള്ളം തിളച്ചോളും. ആമേൻ. കെറ്റിലിൽ വെച്ച് കഴിഞ്ഞാൽ അത് തിളയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഓഫ് ആയിക്കോളും. അതിൽ തലയിട്ട് സ്തോത്രം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെപ്പെടെ പ്രശ്നമാവും. മാറ്റി സ്തോത്രം പറയണം. കൈ പൊക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സ്വർഗീയ ഭോജനം നിങ്ങൾ അനുഭവിച്ച ശേഷം 6-ാമത്തെ വാക്യം വായിക്കുന്നു. ഒരാൾ വായിച്ചേ ശക്തമായിട്ട്. 6-ാമത്തെ അധ്യായം അതിന്റെ 1, 2, 3, 4, 5 വാക്യങ്ങൾ. എബ്രായ ലേഖനം 6-ന്റെ 1, 2, 3, 4, 5 വാക്യങ്ങൾ വായിച്ചാട്ടെ. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെ കുറിച്ച് മാനസാന്തരം, ദൈവത്തിങ്കലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാൻ ശ്രമിക്കുക. ദൈവം അനുവദിക്കുന്ന പക്ഷം നാം അത് ചെയ്യും. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ദൈവത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്കു തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. വായിച്ചോളൂ. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നു. എങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മതി. കർത്താവേ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വാക്യത്തിനകത്ത് ഒരു ആത്മീയനെ കുറിച്ചാ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്തിരിക്കുന്ന എല്ലാവരും വിശ്വാസ ജീവിതമുള്ളവരാ. സ്നാനപ്പെടാത്ത ആരും ഇതിനകത്തില്ല. എല്ലാവരും 3-4 സ്നാനപ്പെട്ടവരാ. അതൊക്കെ വാസ്റ്റേ 3-4. ആമേൻ. ഞാൻ 3 സ്നാനപ്പെട്ട ആളാ. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഞാൻ പറഞ്ഞൂടെ, 3-4 സ്നാനപ്പെട്ട് ഇപ്പോഴും സ്നാനപ്പെടാൻ തയ്യാറായിരിക്കും. അത് എനിക്കറിയാം. ഒന്നുകൂടെ പെട്ടേ കൊള്ളാം പാസ്റ്റേ. കൈ പൊക്കട്ടെ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. രഹസ്യത്തിൽ സ്നാനപ്പെടുത്താം. സ്വതന്ത്രം. കഴിഞ്ഞ ദിവസം സ്നാനത്തിന്റെ ക്ലാസ് എടുക്കുമ്പോൾ ഒരാൾ പറഞ്ഞത് ഇങ്ങനെയാ, പാസ്റ്റേ, ഇതിൽ കൂടെ ഞാൻ കൂടെ സ്നാനപ്പെട്ടാലോ? എന്നെ അന്ന് അറിവില്ലായ്മയെ കൊണ്ട് മുക്കിയതാ. ഒന്നുകൂടെ പറ്റില്ല. മുങ്ങി സ്നാനം ഒരിക്കേ ഉള്ളൂ. പിന്നെ എങ്ങനെ ഇതിന് ഒന്നുകൂടെ ഒന്ന് പ്രാപിക്കാൻ കഴിയും? എന്താ നിങ്ങളുടെ വിഷയം? ആമേൻ. ഒന്ന് കുമ്പസരിക്കാൻ പറ്റുമോ പാസ്റ്ററെ? ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ദേ ആ പാസ്റ്റർ എടുത്ത് പറയണം, ഇവിടുത്തെ പാസ്റ്ററാ, ഞാൻ ഇപ്പം അങ്ങ് പോവും. പ്രൈസ് ദി ലോർഡ്. കുമ്പസരിക്കാൻ അവസരമുണ്ട് പാസ്റ്റർ അടുത്ത്. ഇന്ന് രാത്രി കുമ്പസരിക്കാൻ അവസരം ഇതിനകത്തില്ല. എതിനകത്താ? പുസ്തകത്തിനകത്തില്ല. ഈ പുസ്തകത്തിനകത്ത് ഇന്ന് രാത്രി കുമ്പസരിക്കുന്ന സ്തോത്രം അനുഭവം ഇല്ല ഇതിനകത്ത്. ഈ പുസ്തകത്തിനകത്ത് ഒറ്റ സ്നാനമേ ഉള്ളൂ, ഒറ്റ മാനസാന്തരം, ഒറ്റ രക്ഷ. Praise the Lord. Hallelujah.
അതാണ് ഇവിടെ വായിച്ച കേട്ടത്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് ആമേശ്വരം ഒരിക്കൽ പ്രകാശനം ലഭിച്ച ശേഷം, സ്വർഗീയ ദാനം അനുഭവിച്ച ശേഷം അവൻ പിന്മാറിപ്പോയാൽ ആമേൻ, അവനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയത്തില്ല. ആർക്ക്? ദൂതന്മാർക്ക് പോലും. സഭയിൽ വായിക്കണം. ആമേൻ. വായിച്ച് പ്രൈസ് ദി ലോർഡ് സാക്ഷ്യത്തിന് എണീക്കുമ്പോൾ ഇതേ വായിക്കാവൂ. അല്ലാതെ ആമേൻ സാക്ഷ്യത്തിന് ഞായറാഴ്ച സഭ കഴിക്കുമ്പോൾ ഇതാണ് വായിക്കേണ്ടത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അല്ലാതെ ദെബോറ ഈന്തപ്പനയുടെ ചുവട്ടിയിരുന്നപ്പോൾ രാജ്യം മുഴുവനും അവളടുത്ത് പോയി കർത്താവേ എന്ന് പറയാനല്ല എണീക്കേണ്ടത്. ഇത് പറഞ്ഞു കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി മനുഷ്യനെ മനുഷ്യനായി കാണാൻ, ഒരു അഭിഷക്തനായി കാണാൻ ഈ തലമുറയിൽ സ്തോത്രം നോഹയെ അഭിഷേകം ചെയ്തതുപോലെ ഇതിനകത്തിരിക്കുന്ന ചിലരെ ദൈവം ഈ തലമുറയിൽ അഭിഷേകം ചെയ്ത് നന്മ തിന്മകളെ കുറിച്ച് അറിയത്തക്ക തലത്തിൽ ദൈവം നിങ്ങളെ ഉയർത്താൻ പോകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ കുറിവാക്യത്തിലേക്കൊന്ന് പറയാം. നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്ന് നിൽക്ക, ആമേൻ എന്ന് ഉറക്കെ പറഞ്ഞു. ഉറക്കെ. അപ്പൊ നിങ്ങൾ എങ്ങനെ ശുശ്രൂഷിക്കണം? ഉറക്കെ പ്രസംഗിക്കണം. ഹല്ലേലൂയ. ഉറക്കെ. ഞങ്ങളെല്ലാം പ്രസംഗം പഠിപ്പിച്ചെങ്ങനെന്ന് അറിയാമോ? ആമേൻ. ഒരു വലിയ റബ്ബർ തോട്ടത്തിനകത്ത് കൊണ്ട് നിർത്തും. ഈ നിൽക്കുന്നത് ആമേൻ മൂത്ത മൂപ്പൻ. കാണാനുണ്ട്, നല്ല വണ്ണമൊക്കെ ഉണ്ട്, നല്ല മൂത്ത മൂപ്പൻ. ഈ നിൽക്കുന്നത് മൂപ്പന്റെ ഭാര്യ, ഈ നിൽക്കുന്ന മൂപ്പന്റെ 2 മക്കൾ, ഈ നിൽക്കുന്ന സഭാല സെക്രട്ടറി, ഈ നിൽക്കുന്നത് ട്രഷറർ, ആ നിൽക്കുന്നത് ബ്രാഞ്ച് സെക്രട്ടറി, ആ നിൽക്കുന്നത് സഭയിലെ അടിച്ച് വാരുന്ന ഒരു മനുഷ്യൻ. റബ്ബറുകളെ കാണിച്ചിട്ട് പറയാ പ്രസംഗിക്കാൻ. ലാസ്റ്റ് പറയും, ഈ റബ്ബർ വെട്ടിയിട്ട് 4-5 വർഷമായി. നിങ്ങളുടെ പ്രസംഗത്തില് അടുത്ത പ്രാവശ്യം ഇതില് ഒരു റബ്ബറിൽ ഒരു ഷീറ്റ് കിട്ടണം. ഹലോ, 3-ാമത്തെ വർഷമായവരെ കൊണ്ട് ഇതേപോലെ റബ്ബറിൻ്റെ അടുത്ത് പ്രസംഗിക്കണമെന്ന് വെച്ചപ്പോൾ എല്ലാവരും പ്രസംഗക്കാരായി. 3-ാമത്തെ വർഷം ആകുമ്പോൾ ഇനിയിപ്പോൾ നിങ്ങളെ ഞാൻ റബ്ബറിൻ്റെ കൊണ്ട് പ്രസംഗിക്കണോ? വരുമോ? ഉറക്കെ പ്രസംഗിക്കേണ്ടി വരും. വെട്ടാത്ത കുറേ റബ്ബർ കിടപ്പുണ്ട്. ആമേൻ. സ്തോത്രം. 3-ാമത്തെ വർഷത്തിലേക്ക് ഗ്രാജുവേഷൻ ചെയ്യുന്ന ആ വ്യക്തികളെ നമ്മുടെ പരിപാടി ഇതാണ്. റബ്ബറിൻ്റെ ഇടയിൽ കൊണ്ട് നിർത്തിയിട്ട് ഉറക്കെ പ്രസംഗിക്കാൻ പറയും. ഉറക്കെ പ്രസംഗിക്കണം. റബ്ബറുകൾ മാനസാന്തരപ്പെടണം. റബ്ബറുകൾക്കകത്ത് നിന്ന് പാല് പുറത്തു വരണം. വെട്ടാൻ ആൾക്കാർ വേണം. സ്തോത്രം. ഇത് കയറിയിരുന്നിട്ട് സ്തോത്രം എങ്ങോട്ട് പോണെന്നറിയാതെ തപ്പി നടക്കുന്ന രീതിയിലല്ല ഇരിക്കേണ്ടേ. അതെ, ബസ്സിന്റെ ബാക്ക് ബോർഡ് നോക്കി കയറിയതാ. എവിടുത്തെ ബോർഡ്? ബാക്കിൽ കോയമ്പത്തൂരും ഫ്രണ്ട് നീലഗിരിയും. എങ്ങോട്ടാ പോവേണ്ടേ? ബാക്ക് ബോർഡില്ല. സാറേ കോയമ്പത്തൂർ പോകണം. അപ്പൊ അദ്ദേഹം പറയാ, സാറേ ഇത് കോയമ്പത്തൂർ പോകുന്ന ബസ്സല്ല, ഇത് നീലഗിരിക്ക് പോകുന്ന ബസ്സാ. ഏതാ ബോർഡ്? ബാക്കിലത്തെ ബോർഡാ നോക്കിയേ. പ്രസംഗിക്കാൻ നിൽക്കുന്നത് ബാക്കിൽ ബോർഡ് നോക്കരുത്, ഫ്രണ്ടിലത്തെ ബോർഡ്. സ്തോത്രം പറഞ്ഞില്ലല്ലോ. മനസ്സിലായവർ സ്തോത്രം പറ. എങ്കിൽ കാലൂന്നി എണീറ്റ് നിൽക്കുന്നവനെ മുഖത്ത് നോക്കി പറ, ഉയർത്തി. അവന്റെ കാല് മാത്രമല്ല, നെഞ്ചും നെറ്റിയും ഉയർത്തി പ്രസംഗിക്കാൻ അവനെ പഠിപ്പിച്ച ഒരു പൗലൂസ് ലുസ്ത്രയിൽ വെച്ച് പൗലൂസിന്റെ മേൽ ഒത്തിരി അപവാദങ്ങളും നിന്ദകളും പൗലൂസിനെ കല്ലെറിഞ്ഞ് കൊല്ലാനും പദ്ധതി ഒരുക്കി സന്യസ്ത്രീ സംഘം കൂടി വന്നു. 1000കണക്കിന് പേർ സഭ കൂടി പൗലൂസിനെ കൊല്ലണം. അഭിഷക്തമാരെ, നിങ്ങളിലൊരു ശുശ്രൂഷയുണ്ട്. അത് പുറത്തു വരണമെങ്കിൽ നിങ്ങളുടെ അന്നനാളം പോട്ടണം. നിങ്ങൾക്കറിയോ, ഞങ്ങൾ പ്രസംഗിച്ചപ്പോ ചോറ് കഴിക്കാൻ പറ്റില്ല 2 ദിവസത്തേക്ക്. കവളെല്ലാം കടിച്ച് പൊട്ടിച്ച് മാംസ കഷണങ്ങളെല്ലാം പുറത്തു വരും. തൊണ്ടയെല്ലാം കീറി ബ്ലഡ് തുപ്പുന്ന സമയമോ 3-4 ദിവസം. അത് കഴിഞ്ഞ് അതുവരെ ഇതേപോലെ ചൂടുവെള്ളം മാത്രം. 1-2 ദിവസമല്ല, വർഷങ്ങൾ. ഇപ്പോഴും കുറവുണ്ടോ? ഇപ്പോഴും ഒരു കുറവുമില്ല. അന്നനാളം പൊട്ടണം. ഹല്ലേലൂയ.
ഇന്ന് രാത്രി ചിലത് പൊട്ടാൻ തയ്യാറായാൽ, ചിലത് പൊട്ടിക്കാൻ തയ്യാറായാൽ, ചിലത് കാലൂന്നി നീ പാർക്കുന്ന ദേശത്തിൽ എണീക്കാൻ പോകുകയാ. നിങ്ങൾക്കറിയോ, നിങ്ങളുടെ പട്ടണം വിടുവിക്കപ്പെടാൻ പോകുകയാ. അടുത്തിരിക്കുന്ന 3 വീട് കണ്ണുകൊണ്ട് കാണുന്ന വീടുകളെ എഴുതിന്ന് കൈ ചൂണ്ടി രാത്രി പ്രാർത്ഥിക്ക്. ഇവർ മാനസാന്തരപ്പെടണം. ഇവരുടെ മേൽ അടങ്ങിയിരിക്കുന്ന പൈശാചിക മണ്ഡലം തകരണം. പറയോ, പറ്റുമോ? ഹല്ലേലൂയ, പറ്റുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പറ്റുമോ? എങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ചിലരെ ദൈവാത്മാവ് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പോകുകയാ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ബോൾസ് ഓഫ് ചെയ്തിട്ട് ഒരു കാര്യം പറയാം, ഇപ്പൊ വെളിയിലാരും കേൾക്കത്തില്ല. ഇവിടെ ഇരിക്കുന്ന വീട്ടിൽ നിന്ന് ഓട്ടിക്കാൻ ഹല്ലേലൂയ 100 കണക്കിന് പേരെ വിളിച്ച് രാത്രിയിൽ ഇവിടെ പരിപാടികൾ, പൂജകൾ നടത്തിയവരുണ്ട്. ഹല്ലേലൂയ. എപ്പോഴും ഒരു അവസരത്തിൽ നിങ്ങളൊരു വീട്ടിൽ കാണിച്ചു തരാം. വീടുകളെല്ലാം ഒഴിഞ്ഞിടക്കുക. ഇവിടെ എല്ലാ വീട്ടിലും ഓടിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്, ഓടിത്തള്ളി കളഞ്ഞു. ആമേൻ, ആമേൻ. ആരുടെ നാമത്തിലെന്നറിയാമോ ഞാൻ നിൽക്കുന്നത്? സ്വർഗത്തിലെ ദൈവത്തിന്റെ നാമത്തിൽ. നീ ഒരു സ്ഥലത്ത് കാലൂന്നി കഴിഞ്ഞാൽ ആ സ്ഥലം നിനക്കുള്ളതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന രാത്രി വീടുകൾ ഇട്ടിട്ട് ഓടിയവരെ 100 കണക്കിന് വരെ കാണിച്ചു തരാം. പ്രാർത്ഥിക്കുന്നവൻ ഒരിടത്തുണ്ടെങ്കിൽ അവൻ ആ പട്ടണത്തെ നശിപ്പിക്കില്ല എന്ന് പറയാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ആ കാലഘട്ടമല്ല ഈ കാലഘട്ടം, അതവർ ഈ തലമുറയിൽ അഭിഷേകം പ്രാപിച്ച് ഒരുത്തനെ തൊടാൻ അധികാരമില്ലെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ആമേൻ, 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 ആമേൻ. കൃപയാൽ ഏത് പട്ടണത്തിൽ കാലൂന്നിയാലും നീ അയക്കാതെ എന്നെ, നീ പറയാതെ എന്നെ അയക്കരുത്, നിന്റെ ഇഷ്ടമില്ലാതെ എന്നെ അയക്കരുത്, പകുതി വഴി വെച്ചാണോ എന്നെ തിരിച്ചയക്കുക. നിങ്ങളും ആ ഒരു തീരുമാനത്തിലായിരിക്കണം. ഹല്ലേലൂയ. ആ ഒരു തീരുമാനത്തിൽ ദൈവസഭ മുൻപിലോട്ട് പോണെങ്കിൽ എന്ന് രാത്രി ഒരു ദൂത് പറയാം. പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവജനം ദൈവത്തോട് ഒരേ പ്രാവശ്യം ഒറ്റ കാര്യം, കർത്താവേ ഇന്ന വീട്ടിൽ ഞാൻ പോകുന്നു, നിന്റെ ഹിതമാണോ? ഇന്ന സ്ഥലത്ത് ഞാൻ പോകുന്നു, നിന്റെ ഹിതമാണോ? ഇല്ലെങ്കിൽ എന്നെ അയക്കരുത് എന്ന് പറഞ്ഞിട്ടിറങ്ങിയാൽ നിന്റെ കാലുകളെ ദൈവം ഒരു കുതിരയുടെ കാല് പോലെ, വചനം എന്താ പറയുന്ന അറിയാമോ? നിന്റെ കാല് ഞാൻ എന്ത് ചെയ്യും? മാൻപേടെ കാലിന് തുല്യമാക്കും, നിന്റെ ഗിരികളുടെ മേൽ നിന്ന് നടത്തുമാറാക്കും. നിന്നെ ഞാൻ സ്തോത്രം, ഹല്ലേലൂയ, വാനമണ്ഡലങ്ങളിൽ കൂടെ നിന്നെ ഞാൻ ആ നന്മകളെ അനുഭവിപ്പാൻ ഞാൻ നിന്നെ ഈ തലമുറയിൽ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് പറയാൻ കഴിയും എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ടെന്ന്? രാത്രി ദൈവ കുഞ്ഞെ, നിന്റെ കൂടെ എന്റെ കർത്താവുണ്ട്, നിന്റെ കൂടെ എന്റെ കർത്താവുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞു, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്ക എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റു നടന്നു. അടുത്താണ് പൗലൂസിന്റെ മേൽ വരുന്ന ഒരു ഭയങ്കര ശക്തി. പൗലൂസിന്റെ പറയാ, ഇവൻ ആരാ? നിസാരക്കാരനല്ല, ഇവർ ദേവന്മാരാണ്. അമ്മയുടെ ഉദരത്തിൽ നിന്ന് നടത്തുമാറാക്കുന്ന ഇവൻ ദേവന്മാർ തന്നെയാണ്. മെലിത്താദ്വീപിൽ കാൽ വെച്ചപ്പോഴും പറഞ്ഞു, ഇവർ നിസാരക്കാരല്ല, ഇവർ ദൈവത്തിന്റെ ദേവന്മാരാ, ഇന്ദ്രന്മാരാ. ദൈവ കുഞ്ഞെ, ഏത് പട്ടണത്തിൽ കാലൂന്നിക്കില്ല എന്ന് പറഞ്ഞാലും ആ പട്ടണത്തിനകത്ത് ദൈവം നിന്നെ കാലൂന്നിക്കും. അതാ ദൈവത്തിന്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ. ഇന്ന് രാത്രി എത്ര പേർക്ക് ആലോചന മനസ്സിലായി? ഈ രാത്രിയിൽ ദൈവാത്മാവ് ആരോടൊക്കെ ദൂത് പറയുന്നു, നിന്റെ കാലുന്ന സ്ഥലം നിനക്ക് ദൈവം തരും. പ്രാർത്ഥിച്ചോ? ഹല്ലേലൂയ, സ്തോത്രം. ദിനേശ് വളരെ ഒരുങ്ങിയിരുന്നോ? നിങ്ങളിപ്പോ ഇരിക്കുന്ന ഭവനത്തിനകത്ത് നിന്ന്, ആ സ്ഥലത്ത് നിന്ന് ദൈവം നിങ്ങളെ പിഴുതു മാറ്റും. സ്തോത്രം, ഹല്ലേലൂയ. നിങ്ങളെ കർത്താവോടൊന്ന് പിഴുതു മാറ്റും. പ്രാർത്ഥിക്കും. 2ാം പ്രാവശ്യമാണ് ദൈവാത്മാവിനോട് പറയുന്നേ. ദൈവാത്മാവ് പിഴുതു മാറ്റും. മാറ്റി അടുത്തൊരു മേഖലയിൽ ദൈവം നിങ്ങളെ കൊണ്ട് നടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവ് ഇന്ന് രാത്രി ആ ദൂത് സ്തോത്രം കർത്താവ് പിന്നെയും ആവർത്തിച്ചു പറയുന്നു, കാൽ ചവിട്ടി പ്രാർത്ഥിക്ക്. ദൈവം ചില പട്ടണങ്ങളെ തരാൻ പോകുകയാ. പ്രാർത്ഥിച്ചോ? ചില പട്ടണങ്ങൾ ദൈവാത്മാവ് ജില്ല വരെ വിട്ടുപോകുന്നത് പോലെ, നിങ്ങളിപ്പോൾ പാർക്കുന്ന ജില്ല വരെ വിട്ട് നിങ്ങൾ പോകുന്നത് പോലെ ഒരു ദൈവാത്മാ ഒരു വെളിപ്പാട് തരികയാ. തമ്പുരാൻ ജില്ല വിട്ട് പാർക്കാൻ, ഒരു പട്ടണത്തിന്റെ നടുവിൽ പാർപ്പിപ്പാൻ ദൈവത്തിന് കഴിയും. ഈ രാത്രി കർത്താവ് പറയുന്നതിങ്ങനെയാ,
ആമേ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. സ്തോത്രം. ഹല്ലേലൂയ. 1 പത്രോസിലെ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ പറയുന്നു, 5-ാമത്തെ അധ്യായത്തിന് 6-ാമത്തെ വാക്യം പറയുന്നു, തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈകീഴിൽ താണിരിപ്പീൻ. താണിരിക്കുക ദൈവദാസരെ, ദൈവദാസിയെ, തലമുറകളെ നിങ്ങളെ പട്ടണത്തിന്റെ മധ്യേ പാർപ്പിപ്പാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ആമേ നഷ്ടപ്പെട്ടതിനെ ഇരട്ടിയായി തരുന്ന ഒരു സുദിനം വരുന്നുണ്ട്. ആമേ ശക്തമായി പ്രാർത്ഥിക്കൂ. ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി നാളുകൾ ചുമര് കൊടുക്കൂ. ദൈവം അതിൻ്റെതായ നിലയിലുള്ള ചില ആമേ റിസൾട്ടുകൾ ഈ തലമുറയിൽ തരുമെന്ന് പറഞ്ഞാൽ സ്തോത്രം ചെയ്ത് സ്വീകരിക്കാൻ ഇന്ന് രാത്രി തയ്യാറാണെങ്കിൽ പറ, അതിൻ്റെതായ മുന്നെഴുത്തുകൾ ഈ നാളുകളിൽ ദൈവം തരാൻ പോകുക. കർത്താവിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. എത്ര പേർക്ക് ഇന്ന് രാത്രി ഏൽപ്പിക്കാൻ കഴിയും?